ആർജപ്പണി വലിയ പണിയില്ലല്ലേ? ഇങ്ങനെ ചിരിച്ചിട്ട് കൈയൊട്ടിയാ മതി. മേക്കുന്ന യുവതിയാണ് ഫ്രണ്ട്സിന്റെ തലയിലടിച്ചതായി ചിരിച്ചിരിച്ച് കവള് പോയി. പോഡ്കാസ്റ്റ് ഒക്കെ തട്ടി ഒരു പോഡ്കാസ്റ്റ് ഡയലോഗും ഇല്ല, ചോദ്യവും ഇല്ല. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹലോ സ്റ്റുഡിയോളജി പോഡ്കാസ്റ്റ് ആവശ്യമില്ല. സിറപ്പിനെ കണ്ടി വില കുറവാ ഒറിജിനൽ പെന്നെ. ഉറക്കത്തില് ഏഞ്ചലിനെ കണ്ടു. ഞാൻ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്. ഇത് ആരും ട്രസ്റ്റ് ചെയ്യത്തില്ല. യെസ്, അതൊന്നും ആരോടും ആക്ച്വൽ സാധനം. യെസ് യെസ്. ഡയറക്ടേഴ്സ് ഇഫ് യു ആർ ലിസണിംഗ്, നമ്മുടെ താങ്കൾ പോഡ്കാസ്റ്റ് വന്നാണ്, കുറച്ച് ശരിക്കും കേൾക്കണം, സംസാരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഓൾറെഡി ഇപ്പൊ എങ്ങനെ അറിയാം, എന്റെ മൈൻഡ് നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രം ചെയ്യും. പക്ഷെ ഇവർക്ക് ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. തൻവീർ പഴയ അവിടെ പക്ഷെ ഈ പോഡ്കാസ്റ്റ് കീഴിലും അറിയുക ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഓക്കെ. ഞാൻ ഇവിടെ വന്നിരിക്കാൻ ഒറ്റ റീസൺ ആർജെ തൻവീർ. ഒരു റീസൺ ഇല്ലാതെ തന്നെ ടെർമിനേറ്റ് ചെയ്തു. ഒരു റീസൺ ഇല്ലാതെ. അങ്ങനെയൊക്കെ വഴിയില്ല. എനിക്ക് മോഹൻലാലായിട്ട് എന്റെ ഫുഡ് ബ്ലോഗിൽ കൊണ്ടുവരുന്ന ആഗ്രഹം. എന്താ ഇങ്ങനെ? Are you single? Can you tell that? അല്ല, I'm not single. So kappa, meen curry or pizza? Kappa, meen curry and pizza. നേരെ പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു കഞ്ഞി ആയിരിക്കും ഗൈസ്. ഇവരുടെ പോഡ്കാസ്റ്റ് നല്ല രസമുണ്ടല്ലേ, ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു. ഞങ്ങൾ സൂപ്പർവൈസർ എന്തിനാണ് പോഡ്കാസ്റ്റ്? യാസറിന് ഫ്രണ്ട്സായിട്ട് മിങ്കിൾ ആവാനും ഫ്രണ്ട്സിനെ കൂട്ടാനും പേടിയായിരുന്നു. Yeah. Why? Have you had any bad experience? അത് ഉണ്ടായോണ്ട്. Yeah. ഞങ്ങളൊക്കെ വന്ന പിന്നെ ഓക്കെ ആയത്. That's so cute. എല്ലാവരും ക്യൂട്ട് പറയല്ലേ, ചുമ്മാ അടി മേടിക്കും. എനിക്കിതൊക്കെ കേട്ട് സ്റ്റുഡിയോളജി ക്യൂട്ട് ആണോ? ഇത് ക്രേസിലാണോ? ഇത് ക്രേസി. അപ്പൊ നമ്മുടെ സെയിൽസിലെടുത്ത് ക്രേസി അമ്മേനെ അറിയോ? അവന്റെ സ്ഥിരം പരിപാടി ഏതാ? അതുപോലെ അത് ഞാൻ എന്താണെന്ന് അറിയോ, ഞാൻ എന്റെ ആദ്യത്തെ വർക്ക് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ലൈക്ക് ഐ ഗോട്ട് സംതിങ് ഐ ലൈക്ക്. ഞാൻ വന്ന ലോ ഇന്റേൺഷിപ്പ് ആയിരുന്നു, ഞാൻ ആകെ ഡെഡ് ആയി പോയത്. അതുകൊണ്ട് എനിക്ക് ആർജപ്പണി വലിയ പണിയില്ലല്ലേ? ഇങ്ങനെ ചിരിച്ചിട്ട് കൈയൊട്ടിയാ മതി. അല്ല, ഓഡിഷൻ ഇവർ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല. ഞങ്ങളില്ല ഈ തൻവീറിനിപ്പോ ഭയങ്കര ബോറടിയാ. സോ ബേസിക്കലി ഹി നീഡ്സ് us. എനിക്ക് മീറ്റിംഗിന് പോലും ഇവർ വിളിക്കുമല്ലേ? ഇവരല്ല. അല്ല, ഇവിടെ ആകെ ബോറടിക്കുന്നു. രാവിലെ ഞാൻ എന്റെ അവിടെ വന്നിരിക്കും. ഞങ്ങൾ തൻവീറിന്റെ ക്യാബിനിൽ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ടേബിൾ ഇട്ട് കോമഡി ഉണ്ട്. അന്നെയാണ് ആദ്യം വരുന്നത്. തുടങ്ങിയോ ഇത്? അവനെന്തോ ചെയ്യുന്നുണ്ട്. എന്നാ ക്യാരക്ടറിലോട്ട് വരാനാ. പറഞ്ഞു വന്നത് ഫസ്റ്റ് ബ്രാൻഡ് പൊളിഞ്ഞിട്ട് ഞാൻ വേദനിക്കില്ല ഈ കൈകൾ തമ്മിൽ. അതെന്താ തിങ്ങുന്ന അറിയോ? ആക്ച്വലി ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോ ഐ ആക്ച്വലി സ്ലാപ്പ് ദ പേഴ്സൺ. അത് കുറച്ച് ഫ്രണ്ട്സ് മരിച്ചു. അത് കഴിഞ്ഞപ്പോ സ്വയം വേദനിക്കാം, മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. പിന്നെ ഫ്രണ്ട്സിനെ കിട്ടാതെ യാത്ര പറഞ്ഞ ഫ്രണ്ട്സ്. അപ്പൊ ഇവ മറ്റേ ന്യൂസിൽ വരുന്ന പോലെ പറ. ഏത്? നമുക്ക് മടങ്ങി വരാം. ഫ്രണ്ട്സിന്റെ, അതായത് ഇതാണ് കൺസെപ്റ്റ്. അതായത് ഫ്രണ്ട്സിന്റെ അടി കൊണ്ട് ഫ്രണ്ട്സിനെ അടിച്ച് കൊന്നു. 22 പ്രായമുള്ള യുവതി. മേക്കുന്ന യുവതിയാണ് ഫ്രണ്ട്സിന്റെ തലയിലടിച്ചതായി പരാതി ലഭിച്ചിട്ടുള്ളത്.
ഇവൾ സ്ഥിരമായി ഫ്രണ്ട്സ് തലക്ക് അടിക്കാറുണ്ടെന്നോ? താനൊരു മാനസിക രോഗിയുമാണെന്നാണ്. താൻ ഇടയ്ക്കിടെ ഫ്രണ്ട്സിന്റെ തലക്കടിക്കാറുണ്ടെന്ന്. കംഫർട്ടബിൾ ആയി ചിരിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ചിരിച്ചിരിച്ച് കവള് പോയി. അന്നയുടെ കഥ പറ. എനിക്കറിയില്ല. ആദ്യം വന്ന അന്ന. ആരെങ്കിലും കൊന്ന കഥ എന്തെങ്കിലും ആദ്യം അടിച്ചത് തന്നെയാണ്. അന്നയോ ഹന്നയോ? അന്ന. അന്ന. അന്നയുടെ കഥയൊക്കെ സ്റ്റുഡിയോളജിയിൽ തീർന്നു. ഇനിയിപ്പോ ഞാൻ കേട്ടോണ്ടിരിക്കും. Come on, guys. ബർഗർ കഴിക്കുന്ന സമയത്ത് കൈ അടിക്കരുത്, ബർഗറിന്റെ തെറുകി ഇല്ല, ഞാനും കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുള്ള നല്ലതാ. സമയം പോകുന്നറിയില്ല അല്ലെ? ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. കോമഡി അതാ. അന്നയാണ് ആദ്യമായിട്ട് നമ്മുടെ കാറ്റഗറിയിൽ. ബാക്കിയെല്ലാം മില്ലേനിയൽസ് ആണ് നമ്മളിവിടെ ഉള്ളത്. ജെൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെക്കാളും പക്വത. അല്ല ഞാൻ മില്ലിയനിയർ അല്ലേ? 2000 മില്ലിയനിയർ. No, you're a Gen Z. You have to sit. 2000 മില്ലിയനിയർ. 1988 അല്ല 98 2000 ആയിട്ട് it's Gen Z. 98 ശേഷമല്ലേ? No, 2000. ഓക്കെ വാട്ടർ. പക്ഷെ എന്തായാലും കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ളത് ആ 2000 വരെയാണ്. അത് കഴിഞ്ഞിട്ട് അതെ 2000 വരെ നല്ല ക്വാളിറ്റി. Okay. വേണ്ട എല്ലാരും കൂടെ തന്നെ. ഉടുക്കും പിടിച്ചിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്ക് വെള്ളം കുടിക്കാം. എടാ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അന്ന വന്നു ആ സമയത്ത് നമ്മുടെ ടീമിലേക്ക്. ഒരു കൂൾ എന്ത് പറഞ്ഞാലും കൂൾ. ഇന്റർവ്യൂവിനൊക്കെ വന്നിട്ട് Okay, cool. ഇന്റർവ്യൂ ചെയ്യണമെന്ന് എനിക്ക് സംശയം പോയി. കൂൾ. എംഡിയോട് ചോദിച്ചു വാട്ട്സ് യുവർ Oh, yeah. എംഡിയോട് ചോദിച്ചു. What do you actually do? എംഡിയോടെക്കാളും വലിയ കൂളായതുകൊണ്ട് പറഞ്ഞു. Managing Director. എന്തോ ഭാഗ്യം അവന്റെ സാലറി ചോദിച്ചില്ല. ഇതല്ല. ഞാനൊന്നും സംസാരിച്ചില്ല. ഇവനെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം ഇന്ത്യ അറിയാം. Oh my God. I'm sorry. Leave it. മാനേജിംഗ് ഡയറക്ടറാണ്. ഇതിപ്പോ അന്ന ഊക്ക് സെഷൻ നീ അത് പഠിപ്പിച്ചു കൊടുത്തേ? എനിക്ക് പഠിപ്പിച്ചു തന്നു. വേണമെങ്കിൽ എംഡി പോസ്റ്റ് ഇട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇട്ടു. ഞങ്ങളുടെ ഓഫീസിൽ എംഡി ഉണ്ട്. ഞാൻ ഇന്റർവ്യൂവിന് ഇതെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ. ഞാൻ വേറെ എവിടെ ഇന്റർവ്യൂവിനൊന്നും പോയിട്ടില്ല. ഞങ്ങളും പോയിട്ടില്ല. കുറവുണ്ട്. അവര് എംഡിനെ കണ്ടിട്ട് ആൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ മറന്നു അയാളുടെ പൊസിഷൻ എന്താന്ന്. ഐ ഡിഡ്ന്റ് റിയലൈസ് വാട്ട് ഹി വാസ്. ലൈക്ക് അപ്പൊ ഇവിടെ ആരായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. എത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇതൊക്കെ പ്രതീക്ഷ മതി. അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒച്ചപ്പാടും ബഹളത്തിലാണ് അന്ന വരുന്നത്. അപ്പൊ അന്ന വന്നു കഴിഞ്ഞപ്പോ അന്നയാണ് ഏറ്റവും ലൗഡസ്റ്റ് പേഴ്സൺ. അല്ലെങ്കിൽ ഭയങ്കര എന്ത് പറഞ്ഞാലും കൂൾ. ഓരോ തവണ ഡോറിന്ന് പുറത്തിറങ്ങി നമ്മുടെ 360ലേക്ക് കയറുമ്പോ ഹായ് ഹായ് ഒരു കൂൾ ഇടും, ഒരു മറ്റേ ഇടും, പീസൊക്കെ ഇട്ട് പോകും, എല്ലാം ഇട്ട് പോകും. പിന്നെയാണ് അതോടെ ഞാൻ മെഹക്ക് വന്നപ്പോ അന്ന സൈഡായി. അന്ന അതിന് മെഹക്കിനോട് പറയാൻ തുടങ്ങി, മെഹക്ക് കുറച്ച് പതുക്കെ ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അത്ഭുതമായിരുന്നു. നമുക്ക് B60ലേക്ക് മടങ്ങി വരാം. നിങ്ങൾ കഴിക്കോ please? ഇല്ല നിങ്ങൾ കഴിക്കുന്നതാണ്. ഒരു bite എടുക്കോ? What do you mean? ഒന്നുമില്ല. ഞാൻ കൊതിയിട്ട് പറഞ്ഞത്. Oh, അങ്ങനെ I don't believe in that, so it's fine. ഇന്ന് ബിലീവ് ആവുന്നല്ലോ. കുറെ ട്രൈ ചെയ്ത് കുറെ മാറ്റം വരുത്തി. അങ്ങനെയല്ല ഇത് എങ്ങനെ ഉണ്ടാക്കുക? ഒരു ഫസ്റ്റ് ഞാൻ വ്ലോഗ് ചെയ്യാൻ പോകുമ്പോഴേ വേറെ ബണ്ണായത്. ബണ്ണ് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഇവിടെ ബണ്ണ് കുറച്ച് ഹാർഡ് ആണെന്ന് പറഞ്ഞത്. ഹാർഡ് അല്ലായിരുന്നു, അത് സ്വീറ്റ് ആയിരുന്നു. സോഫ്റ്റ് ആയിരുന്നു, സ്വീറ്റ് ആയിരുന്നു. എനിക്ക് ഡ്രൈ ആയിരുന്നു, ഇത്തിരി ഡ്രൈ ആയിരുന്നു. ഹാർഡ് അല്ല, ഡ്രൈ ആയിരുന്നു. ഇത്ര സമയമായിട്ടും that freshness is still there. പോഡ്കാസ്റ്റ് ഒക്കെ തട്ടി ഇവര് പോഡ്കാസ്റ്റ് ഡയലോഗും ഇല്ല, ചോദ്യവും ഇല്ല. ഹലോ സ്റ്റുഡിയോളജി പോഡ്കാസ്റ്റാ. നീ കഴിച്ചല്ലേ ഏതാ പുതിയ ബർഗർ? ബർഗറാ? ബർഗർ പുതിയൊരു ബർഗർ. അതിപ്പോ പറയണ്ട. അത് മൊബൈലിൽ ലോഞ്ച് ചെയ്യുമ്പോ ഞങ്ങള് ഇറക്കും. അതൊരു ഈ മാസം ലാസ്റ്റ്. പുതിയ ബർഗർ, പുതിയ August 10. ഫാൻസി പോലെ വേറൊരു പുതിയൊരു ഐറ്റം Too good, yeah. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ ഫുഡ് എൻജോയ് ചെയ്യണ്ടെങ്കിൽ ഉണ്ടാണ്ടിരിക്കല്ലേ. ഒരു കാര്യം പുറത്ത് വരുന്ന എൻജോയ് ചെയ്തു സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ലൈഫ് എൻജോയ് എങ്ങനെയാണെന്നറിയോ? ഗെയിം കളിച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, സമയം കിട്ടുന്നുണ്ട്, എല്ലാം ഒരു രസമുണ്ട് ആക്ച്വലി. Yeah, don't tell that so much. കണ്ണു വെച്ചാൽ ആൾക്കാർ കണ്ണു വെക്കും, പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ വർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മള് സാഡാണ്. പക്ഷെ അതിനുള്ള വർക്ക് ഇപ്പം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ദൈവം സഹായിച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പുതിയ പരിപാടിയും തുടങ്ങണ്ട കേട്ടോ.
പക്ഷെ നല്ലത് എന്ത് ചെയ്താലും ഓഡിയൻസ് കാണും. അല്ല നല്ലതാണെങ്കിൽ എങ്ങനെയാലും I believe. സമയം എടുത്താലും എത്തും. പക്ഷെ എനിക്ക് വലിയ സമയം എടുത്തില്ല, അതാണ് എന്റെ ഒരു ഭാഗ്യം അല്ലേ. എനിക്ക് സമയം എടുത്തില്ല. That സമയം really എടുത്തില്ല. depends on ഇവന് സമയം എടുത്തില്ല, എനിക്ക് സമയം എടുത്തില്ല. ദൈവത്തിന് എന്തോ ഭാഗ്യമാണ്. That's very nice. Luck- You mean the luck last factor. ചെറിയൊരു bug. Serendipity, luck factor. That's it. എനിക്ക് ടാറ്റൂസിനെ കുറിച്ച് ചോദിക്കാനുണ്ട്. എവിടെ നിന്നാണ് ഈ ടാറ്റൂ ക്രേസ് വരുന്നത്? ടാറ്റു ക്രേസ് വന്നത് tattoo അടിച്ചപ്പോ. അല്ല, ബെക്കാമൊക്കെ ടാറ്റു ഫുൾ, ബെക്കാമിന്റെ ബോഡിയിൽ ഫുൾ ടാറ്റു അല്ലേ. ഫണ്ണി. അങ്ങനെ അപ്പൊ എനിക്ക് ചുമ്മാ എന്റെ ബോഡിയിൽ ഒന്നും ടാറ്റു ചെയ്യാൻ താല്പര്യമില്ല, എല്ലാം റിലേറ്റഡ്. കാര്യം വേണം, എന്തായാലും കാര്യം വേണം, കഥ വേണം. ഫസ്റ്റ് ചെയ്ത ടാറ്റു ഏഞ്ചൽ വിങ്സ് ആണ്. ഓരോ ഉറക്കത്തില് ഏഞ്ചലിനെ കണ്ടു. ഞാൻ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്. ഇത് ആരും ട്രസ്റ്റ് ചെയ്യത്തില്ല. യെസ്, അതൊന്നും ആരോടും പറ. ആക്ച്വൽ സാധനം. യെസ് യെസ് യെസ്. നോ നോ നോ. ബ്യൂട്ടിഫുൾ വൺ. 2016 ഞാൻ Feather ഒക്കെ ഉണ്ടായോ? MBA പഠിച്ച ഫെദർ അല്ല, ഫെദർ ഒന്നും അല്ല, ചിറകല്ലായിരുന്നു. വലിയൊരു സാധനം ഇട്ട്. ചിറകല്ലടത്, ചിറകല്ല, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. കൊമ്പരിക്കും. കാരണം ഫുൾ സ്റ്റോറി വേണേ പറയാം. I am very cute. ആരും ട്രസ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ കുറച്ച് പേരോട് പറഞ്ഞ് ഞാൻ നിർത്തിയതാ, ആരും മനസ്സിലാകുന്നില്ല സംഭവം. എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലെഗ് ഫാക്ടേഴ്സ്, ലെഗ് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ ഒരു 2016 MBA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, രാവിലെ 4:30ക്കാണ് സംഭവം. അത് ഉറങ്ങി എഴുന്നേറ്റ് സമയം നോക്കിയപ്പോഴേ 4:30. എൻ്റെ വീട്ടിൽ ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. ബാക്കിൽ വിൻഡോ ഉണ്ട്, കട്ടൺ റിമൂവ് ചെയ്തു മമ്മി വാഷ് ചെയ്യാൻ വേണ്ടി. ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ട്. അപ്പം അവിടുന്ന് ലൈറ്റ് അടിക്കുമ്പോൾ മിററിന്റെ ഫ്രണ്ട് എന്ത് നിന്നാലും ഷാഡോ പോലെ കാണും, ബ്ലാക്ക് ആയിട്ടേ കാണും. Okay. മനസ്സിലായോ? മനസ്സിലായി. മിററിന്റെ ഫ്രണ്ടിൽ. മനസ്സിലായി. അപ്പം ഞാൻ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കും. എന്റെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കഥ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കും, ഒരു പയ്യനായിട്ട് അടി കൂടുന്നത്. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക. അതായത് എന്റെ കയ്യിൽ ഒരു പെൻ നൈഫ് വെച്ചിട്ട് റബ്ബ് ചെയ്യുവാണ്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പെയിൻ കാരണം ചാടി എണ്ണിക്കുന്നത്. അതാണ് സ്വപ്നം. ചാടി എണ്ണിക്കുമ്പോൾ ഫ്രണ്ട് ഒരാൾ നിൽക്കുന്നു. അപ്പൊ സ്വപ്നം വീട്ടിൽ ഇങ്ങനെ പിന്നെ കണ്ണുറന്നൊക്കെ സ്വപ്നം അല്ലല്ലേ. കണ്ടു. അപ്പം റിയാലിറ്റിയിൽ സ്വപ്നമല്ല, ഫ്രണ്ട് ആള് നിപ്പുണ്ട്. കണ്ടു, വീണ്ടും ഫ്രണ്ട് നിൽക്കും ഇങ്ങനെ ഒരാള്. യാ, ഫ്രണ്ടിലോട്ട് ചാടി എണ്ണിച്ചപ്പോ ഈ സാധനം ബാക്കിലോട്ട് മാഞ്ഞങ്ങ് പോയി. എന്നെ ഒന്നും പേടിപ്പിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓടി മമ്മിയുടെ റൂമിൽ പോയിട്ട് മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ സാധനമുണ്ട്. പ്രാർത്ഥിക്കാതെ കിടന്നോ, ബൈബിള് വായിക്കാതെ കിടന്നോ, പലതും കാണും. അങ്ങനെ മമ്മി എന്നിട്ട് ടോർച്ചടിച്ച് നോക്കി, ആരെല്ലാം ഉണ്ട്, ആരുമില്ല. പക്ഷെ ഒരു സംഭവം. അപ്പൊ എന്റെ കൺസെപ്റ്റിൽ അത് ഏഞ്ചൽ ആണെന്നാ. കാരണം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു പോസിറ്റീവ്, ഒരു ഏഞ്ചൽ സംഭവം. കള്ളൻ ശങ്കരൻ ഇതില് കള്ളൻ ശങ്കരൻ അല്ലല്ല, റിയാലിറ്റിയില് നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തില് ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. ഇത് കാണുന്ന ശങ്കരൻ. എനിക്ക് ഈ കാര്യം പറയുമ്പം ആ ഒരു കാര്യം തമാശയായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അവന് അതിനുശേഷമാണ് അവർക്ക് ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടായത് ലൈഫിൽ. അത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇത് തമാശയല്ല, ഇതൊക്കെ സീരിയസ് ആണ്. ആക്ച്വലി ചില കാര്യങ്ങൾ എനിക്ക് തോന്നും. അന്നെ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ ദ സ്റ്റോറി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ചില കാര്യങ്ങൾ എനിക്ക് തോന്നും ഇങ്ങനെ നടക്കും, പക്ഷെ നടക്കും. ചില എനിക്കറിയാം ആ ആളെന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ, അത് അതുപോലെ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷെ ചില സമയത്ത് പിന്നെ ഞാൻ ഒരു കാര്യം വിചാരിച്ചാലേ അത് പിന്നീടാണെങ്കിലും നടക്കും. അതുകൊണ്ടാണ് സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞ ടാറ്റു ഞാൻ ചെയ്തേക്കുന്നത്. അത് പിന്നീട് സെറൻഡിപ്പിറ്റി നടക്കും, എനിക്കൊരു ഹാപ്പിനെസ് വരും. ഞങ്ങളെ കുറിച്ച് എന്താ തോന്നുന്നത്? റേഡിയോ 360 റേഡിയോ ഇങ്ങനെ പോവാണെങ്കിൽ ചിരിച്ചിരിക്കേണ്ടി വരും, കൈ കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് എല്ലാവരോടും പറയാനും പറ്റത്തില്ല, അല്ല ആൾക്കാരെ വിശ്വസിക്കില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഈ സംഭവം ഏഞ്ചൽ ആണെന്നാ. വലിയൊരു രൂപമാണ് കേട്ടോ, ഒരു പടച്ചട്ടയൊക്കെ ഇട്ട്. പടച്ചട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർമർ അല്ലേ? അങ്ങനെ സാധനം ഇട്ട് വലിയൊരാള് വന്നു, വലിയൊരു രൂപം. പക്ഷെ സ്വപ്നമല്ല, സ്വപ്നത്തിലാണെങ്കിൽ എനിക്ക് വീണ്ടും മുന്നിൽ കാണത്തില്ല, എണ്ണിക്കുമ്പോ വീണ്ടും കാണത്തില്ല. ഒരു സാധനം എന്താണ് നല്ല പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ആ രൂപം. ഇനി എനിക്ക് അതിനെ പേടിയില്ല. എനിക്ക് നല്ല പേടിയുള്ള ആളാ. പ്രേതം, ഭൂതം ഇതൊക്കെ എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ടോ? പക്ഷെ എനിക്ക് ഈ സാധനത്തിന് പേടിയില്ലായിരുന്നു. എനിക്ക് പേടിയില്ല, എന്നെ പേടിപ്പിച്ചതും ഇല്ല. അങ്ങനെയാണ് ഏഞ്ചൽ വിങ്സ് ടാറ്റു ചെയ്യുന്നത്. പിന്നെ ഈ കയ്യിൽ ടാറ്റു ഉണ്ട്. സെപ്റ്റംബർ 11 വർഗോ ആണ്. വർഗോ ആണല്ലേ? എനിക്കറിയത്തില്ല അതിനെ പറ്റി. അത് റിലേറ്റഡ് ഞാൻ ടാറ്റു ചെയ്തു, ഇത് സെറൻഡിപ്പിറ്റി ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി
ടാറ്റു ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ I applied and these people didn't call me. Very bad Tanveer. And then ഞാൻ വേറൊരു കമ്പനിയിലൊക്കെ കയറി വെറുതെ അപ്പൊ ഇവിടുന്ന് കോൾ വന്നപ്പോ ഞാൻ അതെല്ലാം ഇട്ടിട്ടുണ്ട്. We regret. I don't know why I said that. I just felt like saying it. Anyways, continue guys. നിങ്ങളൊരു 5 വർഷത്തിൽ where do you see yourselves? നീ എവിടെ കാണുന്നത്? ഞാൻ ഇവിടെ തന്നെ കാണും. Oh God. Give an answer. ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണർ, ബിസിനസ്മാൻ ആവും. Wow. ആണോ നീ കാണുന്നത്? Oh, perfect. So that's your dream, a business. What kind? എന്തായിരിക്കും business? അതിന് നോക്കണം. Footwear? Do you think it's gonna be footwear? പക്ഷെ ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തൊക്കെയോ മനസ്സിലുണ്ട്. പക്ഷെ അത് എന്തായാലും സെറ്റ് ആവും. Okay. That sounds really cool. Yasir? എനിക്ക് GCC ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുന്ന ഒരു ബർഗർ B60. Burger joint. That's in 5 years. അൽബൈക്ക് ദുബായ് ഐ മീൻ സൗദിക്ക് ചെയ്ത് കൊടുത്തൊരു സംഭവമില്ലേ, Yeah. അതുപോലെ പക്ഷെ ഞാൻ ദുബായ്ക്ക് predict ചെയ്യട്ടെ. വേണ്ടിയിട്ട് 60 വേണ്ടി വിത്തിൻ 1.5 years 2 years നുള്ളിൽ അത് നടക്കും. Yeah. Perfect. Oh. ഇതങ്ങ് നടക്കുമ്പോ നമുക്കിത് വീണ്ടും ഈ വീഡിയോ അതെ അത് നടക്കും. നിങ്ങൾ നോക്കിയോ. അതെ. Okay, ഇനി ഞങ്ങളുടെ പ്രൊഡക്ഷൻ പറയൂ. അടിച്ചോണ്ടിരിക്കും. 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലത്തിൽ എനിക്ക് 27 വയസ്സോ 27 വയസ്സോ എത്ര 5 കൊല്ലത്തില 22 ഇപ്പം 27 Sorry, ഞാൻ പണ്ടേ മാത്സിന് ബാഡ്. 27 ചിരിയുടെ ബാസ് കുറച്ച് കൊടുത്തു. എന്ത് പറ്റി ചുമ? അത് ചിരി വേറെ നല്ല പ്രൊഡക്ഷൻ നമുക്ക് ആ ആളുടെ കണക്ട് ആണ്. കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭാവിയിൽ കണക്ട് ആവുന്നു. ആർജെ തൻവീർ എന്റെ ഒരു പ്രൊഡക്ഷനില് നല്ലൊരു ആക്ടർ ആവും. അത് പറയുമ്പോ പറയണം എന്താണ്, സർക്യൂട്ട് കണ്ടിട്ട് എന്നെ വിളിച്ച വളരെ ചുരുക്കം ചിലര് ഞാൻ മെസ്സേജ് അയച്ചല്ലോ, ടെക്സ്റ്റ് മെസ്സേജ് അയച്ച ഒരാളാണ്. കണ്ടിരുന്നു. ഞാനീ പറഞ്ഞ ചെറിയൊരു റോൾ ആയതുകൊണ്ട് അധികാരം എടുത്ത് അങ്ങനെ പറഞ്ഞില്ല. സിനിമയിൽ നമുക്ക് ട്രെയിലറിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഇല്ല. അതൊരു കുഞ്ഞു റോളാണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു, ടൈമിങ്ങും എല്ലാം. സോറി ഡയറക്ടേഴ്സ് ഇഫ് യു ആർ ലിസണിംഗ്, പ്ലീസ്. അല്ല, നല്ല ആക്ടറാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. നല്ലൊരു ആൽബം സോങ് അല്ലെങ്കിൽ അതിലൊക്കെ മലയാളം സോങ്ങിലൊക്കെ വരാൻ പറ്റിയ ഒരു ഫേസ് ആണ്. എന്റെ അങ്ങനത്തെ മാത്രമോ എല്ലാവരും മുത്തല്ലേ ആ പാട്ടല്ല. എന്താണ് അങ്ങനത്തെ പാട്ടില്ല, എന്താണ് കേട്ടുള്ളൂ. കെട്ടായില്ലേ ആ പാട്ട് അറിയോ? മടങ്ങി വരാം. മടങ്ങി വരാം നമുക്ക്. നൊമാഡിയൻ നമ്മുടെ എന്താ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ ഒരു വ്ളോഗിംഗ് ഒക്കെ സാച്ചുറേറ്റഡ് സ്റ്റേജിലേക്ക് എത്തി. ഇപ്പൊ ആദ്യം ട്രഡീഷണൽ മീഡിയ ആയിരുന്നു ആളുകൾ എന്താ പറയാ അഡ്വർടൈസ്മെന്റിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനിപ്പോ കുറച്ചൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിലും തന്നെ ആൾക്കാർക്ക് സാച്ചുറേഷൻ എന്തായാലും ഉണ്ടാവില്ല, അങ്ങനെയാണല്ലോ ഒരു. അപ്പൊ എന്താ ഇനി നെക്സ്റ്റ് എന്താ അവര് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ത് മാറ്റാ കൊണ്ടുവരേണ്ടത് ഇത് പിടിച്ചേക്കാൻ? സ്വന്തമായിട്ട് എന്തെങ്കിലും പണി തുടങ്ങണം, അല്ലാതെ നടക്കത്തില്ല. നീ ഒന്നും കൂടെ പ്രൊഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബ്രാൻഡ് ഐഡന്റിറ്റിനെയും കൂടെ ഫോക്കസ് ചെയ്യണം. ലൈക് ഇപ്പൊ എല്ലാരും ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരേപോലെ വീഡിയോസ് ഇരിക്കുന്നത്, പ്രൊഡക്റ്റ് ഒരേപോലെ. അപ്പൊ ആരും മൈൻഡിൽ നിൽക്കുന്നില്ല ഇത് ഏത് ബ്രാൻഡ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഏത് പ്രൊഡക്റ്റ് ആണെന്നോ ഏത് റെസ്റ്റോറന്റ് ആണെന്നോ നിൽക്കുന്നില്ല. എല്ലാരും ചാർക്കോൾ വെക്കുന്നുണ്ട്, പ്രൈസും പറയുന്നുണ്ട്, പേര് എല്ലാവരും ആൾക്കാർ മറന്നു. അതുപോലെ എപ്പോഴും ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ നോക്കണം. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആണ് വേണ്ടത്, എപ്പോഴും സെല് ചെയ്യാൻ നോക്കരുത്. ഞാനും എന്റെ ബ്രാൻഡിൽ കൂടെ ഉദ്ദേശിക്കുന്നത് വീഡിയോസ് ആയാലും പ്രൊഡക്റ്റ് സെല് ചെയ്യാന്നുള്ളതല്ല, ബ്രാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ്. Before we move on to the game, I want to ask you one more question, which is നിങ്ങൾ ഫെയിം ആയി കഴിഞ്ഞിട്ട് നേരത്തെ ലൈക്ക് സംസാരിക്കാത്തയോ നിങ്ങളെ മാറ്റി നിർത്തിയോ ഫ്രണ്ട്സോ അല്ലാത്ത ആൾക്കാര് ആഫ്റ്റർ യു ഗൈസ് ബിക്കേം നോൺ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? ഇപ്പോഴും വരുന്നുണ്ട്. ലൈക്ക് DM ചെയ്യോ? എങ്ങനെയാ അവര് DM ചെയ്യും? വലിയ ആളായി പോയി, വലിയ ആളായി പോയി. നീ പണ്ട് നമ്മളൊക്കെ അറിയാലേ, മിണ്ടാത്ത ആൾക്കാർ വരെ പണ്ട് നമുക്കൊരു വിലയില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ ആൾക്കാർ എനിക്കറിയാം. അവരിപ്പോ ഭയങ്കര സ്നേഹമാണ്, നമ്മളെ പറ്റി നാട്ടിൽ പറയുന്നുണ്ട്.
അവൻ അവിടെ ദുബായിൽ സമ്മതിച്ചു തരാൻ പാടാ, എന്നാലും നമ്മുടെ അടുത്ത് വന്ന് പറയും Yeah. എന്തൊരു സുഖമാണോ. യൂസ് ചെയ്യുവാണെന്ന് തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല നമ്മ നിന്ന് കൊടുക്കാറില്ല, ഇവര് നിന്ന് കൊടുക്കാറില്ല. How do you understand? Yeah, how do you understand that you get it? അത് ഒരാൾ സംസാരിക്കുമ്പോൾ അതെന്താ അറിയോ, നമ്മൾ ഓൾറെഡി നമ്മൾ അതിന് നമ്മയുടെ താങ്കൾ പോഡ്കാസ്റ്റ് വന്നാണ് കുറച്ച് എനിക്ക് കേൾക്കണം, സംസാരിക്കാന്ന് പ്രതീക്ഷിക്കില്ല. അല്ല, ഓൾറെഡി ഇപ്പൊ എങ്ങനെ അറിയാം, എന്റെ മൈൻഡ് അയാൾ എന്നെ യൂസ് ചെയ്യുവാണ്, ആ മൈൻഡിലാണ് സംസാരിക്കുന്നത്. ഓൾറെഡി ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമുക്ക് അറിയാൻ പറ്റും ഒരാൾ സംസാരിക്കുന്ന വേ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ എല്ലാം വേവ് ലെങ്തും എല്ലാം മനസ്സിലാവും. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് അങ്ങനല്ല, പണ്ട് നിന്ന് കൊടുക്കുമായിരുന്നു പെട്ടെന്നെ പോലെ. ഇവര് നിന്ന് കൊടുത്തിട്ടില്ല കുറെ വട്ടം. പക്ഷെ ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ണിങ് ആണ്. നമുക്ക് കിട്ടിയ പാഠങ്ങള് ആ ഒരു ഹാർഡ് ബ്രേക്സ് നമ്മൾ ആ രീതിയിൽ കാണും, മനസ്സിലായോ? ഇപ്പൊ നീ വന്നാലും ആ രീതിയിൽ ആദ്യം ഒന്ന് കാണും, അളക്കും, അളക്കും, അടിമുടി ഒന്ന് അളക്കും. നല്ലതല്ലേ, നീ ഇളക്കിയാലേ നമ്മൾ വളരുള്ളൂ. Yeah, so see, it depends on characters obviously. പക്ഷെ ചില ആൾക്കാർക്ക് ഇറ്റ്സ് വെരി, എത്ര പഠിച്ചാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ നോ. എന്നെ പോലെ ഇല്ല, നോ പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അതെ, നല്ല കാര്യങ്ങൾ. അപ്പൊ ആൾക്കാർ പറയോ അവരും വല്ലൊരു ആളെ. പക്ഷെ ഞാൻ ഇപ്പൊ നല്ലപോലെ ഒരു 70% ഞാൻ നോ പറയാറുണ്ട്. ഞാനും പറയുമ്പോ I think it's ഫോർ എക്സാമ്പിൾ, right? ഇപ്പൊ ഞാനിപ്പോ ഒരു ഷോപ്പിൽ പോകുന്നു, നമ്മളെല്ലാം സംസാരിച്ച് വെച്ചു, ഒരു നമ്മൾ പറയുന്നു 3 ഐറ്റേ ഉള്ളൂ, നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്ര ഐറ്റം ചെയ്യും. ഓ ഇവന് ആദ്യം നോ ചില എങ്ങനെയാടാ പറയാ സ്റ്റാർട്ടിങ്ങില്. ഇപ്പൊ അങ്ങനല്ല. റീസെന്റ് ഞാൻ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പോയി, അപ്പൊ അവരോട് പറഞ്ഞു ഒരു മന്തി കൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയും പറ്റത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന് വാല്യൂ വേണമല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ എഫക്ട് ചെയ്യുന്ന കാര്യം. നമ്മ നോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ബ്രോ, ഇപ്പൊ നിങ്ങൾ എന്റെ ബ്ലോഗ് ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത് അബുദാബിന്നും അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ കഴിക്കാൻ വരും. അപ്പൊ ഞാൻ അവരോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാച്ചുറേഷൻ പോയി പെട്ടെന്ന് വരും. മനസ്സിലായി. ഇപ്പൊ തൻവീർ ബ്രോ പറയുന്നു ഇവിടെ നല്ല ചാർക്കോൾ ഉണ്ട്, ബ്രോയെ വിശ്വസിച്ച ആൾക്കാർ വരും. വൺസ് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നുകൂടെ റീതിങ്ക് ചെയ്യും, ഇനി പോണോ. അതാണ് പ്രശ്നം, നമ്മൾ അത് വരുത്തരുത് മാക്സിമം. അതുകൊണ്ട് എല്ലാവരും ഫുഡ് ട്രൈ ചെയ്ത് നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രം ചെയ്യുക. for all the content creators out there. നോ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ you cannot survive. 5000 തരാം 6000 തരാം. നമ്മള് കുറച്ച് ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളുണ്ട്. എല്ലാവർക്കും നമ്മളെ യൂസ് വെച്ചാൽ നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും പണ്ട് നമ്മളോട് കമ്പനിയുള്ള ആൾക്കാർ കാണും, 2 years 3 years, അവർക്കൊക്കെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ കാണും. അവരെ സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ആണല്ലോ കിട്ടുന്നതാ, വീഡിയോ ചെയ്യുന്നത്, അതിനെ കുറിച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും നോ പറ്റത്തില്ലടാ, പറ്റത്തില്ല, കാരണം ഇതെന്റെ വർക്കാണ്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ജീവിക്കുന്ന ഇതിലൂടെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പറയും. പറ്റുന്നതാണ് ചെയ്യും, പറ്റുന്നതാണ് ചെയ്യും. എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ നോക്കും, ഭയങ്കര പ്രശ്നത്തിലാണോ അല്ലെങ്കിൽ അവർ അത്ര കഷ്ടപ്പാടിലാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, ജെനുവിറ്റി ഉണ്ടെങ്കിൽ. അല്ലാത്ത നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ല. അവർ ഇതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും തന്നൂടെ, നമ്മുടെ വർക്കല്ലേ, ബ്രോ ഇപ്പോൾ ചെയ്യുന്ന വർക്കല്ലേ. റിയാലിറ്റി ആർക്കും ഇഷ്ടമല്ല. അത് പൊതുവെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അരഗൻസ് ആയിട്ട് ഇത് കാണുന്ന പല ഓണേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ എവിടെയും പോയി ഫ്രീ ആയിട്ട് കഴിക്കാറില്ല. നമ്മൾ എവിടെയും ഫ്രീ ആയിട്ട് പൈസ കൊടുത്തിട്ട് കഴിക്കും. പ്രൊമോഷന് പോകുമ്പോൾ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന സാധനം പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെ ഫ്രീ ആയിട്ട് കഴിക്കാറില്ല. 1% നമ്മുടെ അല്ലെങ്കിൽ ചിലർ 10% 50% തരും. നമ്മൾ ഇതുവരെ ഫ്രീ ആയിട്ട് ബില്ല് ചെയ്തിട്ടാ പോയത്. യെസ്, ഇപ്പൊ ഫ്രീ ആണ്. അതാണ് ടാക്ടിക്സ്. So let's move on to the game. First, who wants to go first? ഒരാള് ഡിസൈഡ് ചെയ്യും. ഞാൻ ഗെയിമർ അല്ലേ, അപ്പൊ അവൻ കളിക്കട്ടെ, കൊച്ചു പിള്ളേരല്ലേ. ശരി, ഞാൻ എന്താണ് ഗെയിം എന്താ? തവളച്ചാട്ടം ഒന്നും പറയരുത്. No, it's very simple, like the basic. Alla, just choose. We'll give you 2 options and just choose which you like more. Okay. So last we'll have one answer for it. Okay. Explain ചെയ്യാന്ന് പറയല്ലേ, yes or no. അത്ര ഞാൻ. Okay, start. I'm not starting. Okay. അപ്പോ യാസർ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വരാം നമുക്ക്. പക്ഷെ ഇവർക്ക് ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങൾക്ക് കൈ ഒട്ടല്ലേ പ്ലീസ്.
എടാ Thank you. 5 മിനിറ്റ് പിന്നെയും പോയി. ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കല്ലേട്ടാ, ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കല്ലേ. അല്ല ഇത് കൊള്ളാല്ലേ? Thank you. Knowledge. ഇതാണ് വേണ്ടത് മീഡിയക്ക്. Thank you. ഹാപ്പനിങ് ഉണ്ടാവുന്നുള്ളതല്ലേ, Thank you guys. തൻവീർ കേൾക്കുള്ളൂ. ഒരുപാട് ഹാപ്പനിങ്. എല്ലാം ആർജെ തൻവീറിന്റെ ട്രെയിനിങ്. തൻവീർ പറഞ്ഞു ഞങ്ങൾ അവരോട് പറയുന്നു. തൻവീർ പറയൂ എന്താണ് പറഞ്ഞത്? തൻവീർ പഴയ അവിടെ കഴിച്ച് ഓക്കെ ഇവർക്കും ഇത് ഭയങ്കര അധികം പഴയ മറ്റേ സാധനം. അപ്പൊ ഞാൻ സദ്യ വെച്ചിട്ട് പറയണേ, ഈ മോരിന് വേറൊരു പേരുണ്ട്, എന്താ സംഹാരം. സംഭാരം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഇവരെ എന്തിനാ കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ തന്നെ കളിയാക്കുന്നത്. പക്ഷെ ഈ പോഡ്കാസ്റ്റ് കീട്ടിൽ വരും കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് പറഞ്ഞാൽ ഓക്കെ. ഇവരുടെ ചിരി കട്ടിയാൽ നമുക്കൊരു 8 ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലാം കട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ചിരി ഇട്ട് കൊടുക്കാം. നമ്മള് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മനോരമയിൽ മറ്റേ ബമ്പർ ചിരിയിൽ കൊടുക്കുന്നുണ്ട്, ചിരിയുടെ മാത്രം. ഓഡിയൻസിൽ അത് ശരിയാണല്ലോ. നാട്ടിലാണെങ്കിൽ 100 ചായ പരിപാടിക്ക് പോയി. ഞാൻ പഠിച്ചു പോയിരുന്നു, ഞാൻ പ്രസ് അക്കാഡമിയിലാണ് പഠിച്ചത്. പറയാൻ പറ്റുമോ? കുഴപ്പമില്ല. മനോരമയുടെ മറ്റു ചർച്ചകളിൽ നിയന്ത്രണ രേഖ ഷാനിയൊക്കെ അവതരിപ്പിക്കുന്ന ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ ചർച്ചയിലൊക്കെ. അപ്പൊ നമുക്ക് നല്ല ചപ്പാത്തിയും ചിക്കനും അലൻ ജ്യൂസ് പരിപാടിയൊക്കെ കണ്ടിരുന്നത് ഒരു ഇതില്. അപ്പൊ നമ്മൾ മറ്റേ പ്രശ്നക്കാർ ജേർണലിസം പഠിച്ചുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയാണ് നിയന്ത്രണ രേഖ. അപ്പൊ അതിൽ അങ്ങനത്തെ ആൾക്കാരെ എത്തും. അപ്പൊ നമ്മൾ പോകുന്ന ബേസിക് ഇത് വേണ്ടിട്ട് ഒരു വണ്ടി കൊടുത്തേക്കും, നമുക്കൊരു വൈബ്, നല്ല ചപ്പാത്തിയും ചിക്കനും. അതുപോലെ മറ്റേ കാര്യം പറയാം. 360 2-3 വർഷം മുന്നേ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തു. ഇവിടെ വന്നപ്പോ പറയാണ് ഈ ഇവിടെ നല്ല പരിചയമുള്ള നല്ല ഏരിയ. ഇന്റീരിയർ ആക്ടർ ലുക്മാന്റെ കൂടെ ഒക്കെ വന്ന് അവരുടെ വീഡിയോ 360യുടെ വീഡിയോ അന്ന് മറ്റേത് അല്ല അവിടെ അല്ല. അപ്പൊ നമ്മളെക്കാളൊക്കെ മുമ്പ് ഇവിടെ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വന്ന ആളാണ്. ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്നിട്ട് ഇനി ഇരിക്കാൻ പറ്റും. അന്നയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്കും പറ്റും. അവര് പറ്റിയിട്ടേ ഇരിക്കുന്നു. മറ്റേ വൈറലായ വ്ളോഗ് പിന്നെ കാണിച്ചു തരണം. അത് വൈറലല്ല, അത് ആവശ്യപ്പെട്ട 3 ആള്. ഒന്ന് ഇവർ, പിന്നൊന്ന് ഇത് ചെയ്ത മൂന്നാൾക്കാരേ ഉള്ളൂ. ഷെയർ 3 ഉള്ളൂ. എപ്പോഴും ഫുഡ് ബ്ലോഗിൽ നമുക്ക് മാക്സിമം ഷെയർ എനിക്ക് തോന്നുന്നു കഷ്ടപ്പെട്ട് ഞാനും ഇർഫാനും ഇരുന്ന സ്ക്രിപ്റ്റ് പോലെ 3-4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് കിട്ടും. ഇതിലാണ് ആൾക്കാർ ഹുക്ക് ആവുന്നത്. അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. ലാസ്റ്റ് 2 വീഡിയോ ചുമ്മാ ചെയ്ത എന്റെ പ്രൊമോഷൻ വീഡിയോസ് എല്ലാം ഞാൻ എന്തായാലും ഹുക്ക് കൊടുത്ത് എങ്ങനെയും മിനിമം 1000 ഷെയർ എത്തിക്കാൻ നോക്കും. കാരണം അതിനുള്ള കണ്ടന്റ് ഞാൻ സെറ്റ് ചെയ്യും. എന്റെ വീഡിയോസ് എല്ലാം നോക്കിയാൽ മതി, എല്ലാം ഷെയർ ആണ്. ഇതുവരെ ഷെയർസ് ആണ് കൂടുതൽ. ഷെയർസ് ആണ് വേണ്ടത്. അതാണ് വേണ്ടത്. അല്ലാതെ വ്യൂസ് അല്ല വേണ്ടത്, ഫോളോസ് അല്ല വേണ്ടത്. കാരണം വ്യൂസും ഈ പറയുന്ന ലൈക്സും വ്യൂസും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഫോളോസ് ആണെങ്കിൽ പല ആൾക്കാരും ഫോളോസ്. അതാണ് ഇത്. ഞാനതല്ല, നിങ്ങൾ ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഐ മീൻ നമ്മൾ പലരും ശ്രദ്ധിക്കുന്നില്ല, വെറുതെ വ്യൂസ് മാത്രം നോക്കിയിട്ടേ. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. പറഞ്ഞ പോലെ 1 മില്യൺ 2 മില്യൺ വ്യൂസ് ഉണ്ടാവും, ഷെയർ 10, കമന്റ് 7. ലാസ്റ്റ് 2 വീഡിയോ ചുമ്മാ രേഷ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി വോക്കയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതിനൊക്കെ അറിയാം ഷെയർ വരത്തില്ലെന്ന് അറിയാം. പക്ഷെ അതിന് മുന്നുള്ള വീഡിയോസ് നോക്കിയാൽ എല്ലാം 1000. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് അതിന് ഷെയർ വരില്ല അല്ലെങ്കിൽ ഇതിന് സർട്ടൻ കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ ഷെയർ ചെയ്യുള്ളൂ. ഞാൻ ഒരു വീഡിയോ അയക്കണമെങ്കിൽ ഇതിലും കാര്യം വേണ്ട. ഞാൻ എങ്ങനെ തിങ്ക് ചെയ്യുന്ന അറിയോ, നീ ആ വീഡിയോ കണ്ടിട്ട് നീ ഷെയർ ചെയ്യണം. 10-ൽ 2 പേര് ആ വീഡിയോ ഷെയർ ചെയ്യണം. എനിക്ക് അങ്ങനെ ഞാൻ തിങ്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സാധനം നമ്മൾ ചെയ്യാറുള്ളൂ. ചാർക്കോളും ചിക്കനും ഞാൻ എല്ലായിടത്തും ചെയ്യാറില്ല. നോക്കിയത് എന്റെ അതിനകത്ത് കുറവാണ്, ലിമിറ്റഡ്. ഷെയർ പോകത്തില്ല. ഞാൻ അവിടെ 5000-4000 മേടിക്കുമ്പോൾ അതിനൊരു ഇത് കൊടുക്കണ്ടേ?
Yes. 5000 ഇപ്പം കുറച്ച് വെച്ചേക്കാം സമ്മർ ആയതുകൊണ്ട്. സമ്മർ ഓഫർ. സമ്മർ ഓഫർ ഉണ്ട്. അല്ല നമ്മുടെ കോണ്ടന്റിന് നമ്മുടെ വാല്യൂ, നമ്മുടെ ചാർജ് എത്രയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നതാണ്. വാല്യൂ ഉണ്ട്. എത്ര ബിസിനസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ബിസിനസ് ഇതൊരു ശരി നല്ല ബിസിനസ് ഉണ്ട്. It's also very competitive business. അല്ലേ? It's a field of very competition. ക്രിയേറ്റിവിറ്റിയുടെ കോമ്പറ്റീഷൻ. അതിൽ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സംഭവം ഉണ്ടോ? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടല്ലേ ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ഇരിക്കുന്നത്. അതെ. ഞാൻ ഇവിടെ വന്നിരിക്കാൻ ഒറ്റ റീസൺ ആർജു തൻവീർ. അതാ. Like all of ഇപ്പം പറയണോ 360 അല്ല, ബിക്കോസ് ഓഫ് ആർജു തൻവീർ. ഞാൻ എത്ര പേരോട് ചോദിച്ചെന്നറിയോ? ഞാൻ 5-6 പേരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോഡ്കാസ്റ്റിൽ പോകുന്നുണ്ട്. അവർക്ക് ആർക്കും മോശമായിട്ട് വിചാരിക്കില്ല, 360 അറിയത്തില്ല, ബട്ട് എല്ലാവർക്കും ആർജു തൻവീറിനെ അറിയാം. അതാണ് പോപ്പുലാരിറ്റി. ബ്രാൻഡിങ്. എനിക്ക് 40K ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ എന്നെ ഓൾമോസ്റ്റ് മലയാള സിനിമ അറിയാം, ഓൾമോസ്റ്റ് അറിയാം. 10-6 പേർക്ക് അറിയാം. It's not followers, reach ആണ്. ഞങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് 60K 5000 ഉള്ളൂ, പക്ഷേ റീച്ച് കൂടുതൽ. 1 ഇയർ കൊണ്ട് ഞാൻ 1.2 മില്യൺ ആണ് ഇൻസൈറ്റിൽ റീച്ച്. അതെങ്ങനെയാണ്? 5 വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ട്രാക്ക് എങ്ങോട്ടാണ്. മനഃപൂർവ്വം പിച്ച് ചെയ്തതാണ് ആ ഒരു സ്ഥലം. ആദ്യമേ ചുമ്മാ അറിയാതെ പോയി ഞാൻ ചെയ്തു. പിന്നെ 2-3 വീഡിയോ കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്നെ പറഞ്ഞു തുടങ്ങി നൊമാഡിയൻ, മൊബൈല കൊമേഴ്ഷ്യൽ. നൊമാഡിയൻ എന്ന് പറയുമ്പോഴേ ഒരു പഞ്ചല്ലേ നൊമാഡിയൻ. സോ നൊമാഡിയൻ തന്നെയാണോ എഡിറ്റിംഗ്? എല്ലാം എന്റെ വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ നീ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഒരു വീഡിയോ നീ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത് മറ്റേ അവിടെ പോയി ഷവർമ കഴിച്ചത്, റീച്ച് ആവാത്തൊരു വീഡിയോ. Thank you. സിനിമാറ്റിക് സ്റ്റൈലിൽ വീഡിയോ ഒരാളും കണ്ടിട്ടില്ല. ഇവൻ ഡയറക്റ്റ് ചെയ്തൊരു അടിപൊളി വീഡിയോ പിന്നെ കാണിച്ചത്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്? ഡാൻസ്, ഡയറക്ട് ചെയ്ത വീഡിയോ, ഞങ്ങളായിട്ട് അതന്നെ പറഞ്ഞേ, അത് റീച്ച് ആയില്ലല്ലോ, അത് ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടന്റ് ആണ്. ആ ഒരു സംഭവം ഇപ്പം ചെയ്ത റീച്ച് ആവും. അതിപ്പോ ചെയ്ത അന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്തെങ്കിലും ആൾക്കാർ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടും. അല്ല ആ വീഡിയോയിൽ ഹുക്കില്ല. നമുക്ക് മനസ്സിലായി, ഹുക്ക് വേണമെന്ന് മനസ്സിലായി. എന്റെ എല്ലാ വീഡിയോയിലും 3-4 സെക്കൻഡ് ഹുക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഹുക്കിന് വേണ്ടി ഞാൻ എന്നിൽ പോലും I'm not a content creator or anything, but still ഞാൻ പറയുമ്പോൾ സുഖം. ബട്ട് either way നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്ക് തപ്പി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ളൊരു ക്രിയേറ്റീവ് ബേസിലൊരു സാധനം ചെയ്യാനുള്ളൊരു സംഭവം പോണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് എ ലോട്ട്. ഞാൻ പറയുന്നത് ഹുക്കിന് വേണ്ടി പോയി വീഡിയോ ചെയ്യരുത്. ഹുക്കിന് വേണ്ടി ഒന്നും നടക്കത്തില്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക, നമ്മളൊരു കൂടിപ്പോയി 4-5 ഡയലോഗ് എഴുതും, അവിടെ പോയിട്ട് പിന്നെ വല്ല ഹാപ്പനിങ് ആണ് അതിൽ നമ്മൾ ചെയ്യും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ മനസ്സിലാവും എവിടാണ് ഇതിന്റെ ഹുക്ക് പോയിന്റ് ഇരിക്കുന്നതെന്ന്. അല്ലാതെ ഹുക്ക് പോയിന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത് വേണ്ടി മാത്രം നിൽക്കും. ഞാൻ ആദ്യം വെറുതെ ഇങ്ങനെ സിനിമാറ്റിക്സ് വീഡിയോസ് മാത്രം ചെയ്തിരുന്നു. വീഡിയോ ക്വാളിറ്റിയിൽ ബേസ് ചെയ്തിട്ട് സിനിമാറ്റിക്സ് ആണ്, പക്ഷെ അതിനൊന്നും ആൾക്കാർ കാണുന്നില്ല. പക്ഷെ അതിനകത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഹുക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അതിനുശേഷം അതിന് റീച്ച്, അപ്പോഴാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമ്മുടെ കണ്ടന്റിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിൽ കാണുന്നുണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അടുത്ത വർക്ക് ചെയ്യാൻ കിട്ടുക. കാരണം നീ ഇപ്പൊ ഒരു ഹുക്കിന് വേണ്ടി കണ്ടന്റ് എഴുതി കൊണ്ട് പോയി, അതാണ് നിന്റെ മനസ്സിൽ, അതാണ് നിന്റെ ഹുക്ക്. പക്ഷെ അതിനെക്കാട്ടി വലിയ സംഭവം ആ ഹുക്ക് നിനക്ക് അവിടെ കാണും, നീ ചെയ്യുന്നിടത്ത് കാണും. അല്ല, നമ്മുടെ ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ്. അത് ഹുക്കാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കണ്ടന്റ് കാണുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാൻ ഇപ്പോഴും അതൊരു ഡയറക്ഷന്റെ അതൊരു പാർട്ടാണ്. കാരണം ഹുക്കിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എല്ലാം എഡിറ്ററിന്റെ എല്ലാം ഇരിക്കുന്നത്. ആരും എഡിറ്റ് ചെയ്യണ്ട, ഇവൻ നല്ല എഡിറ്റ് അറിയാം, എനിക്ക് എഡിറ്റ് അറിയാം, അതുകൊണ്ട് അവന്റെ വീഡിയോ റീച്ച് ആവണം, എന്റെ വീഡിയോ റീച്ച് ആവണം. എങ്ങനെയാണ് എഡിറ്റിംഗ് പഠിക്കുന്നത്? നിങ്ങൾ ആഗ്രഹം കൊണ്ട് ചെയ്ത് വന്നതാണ്. എന്റെ ജോലി പോയ പിന്നാണ് എന്നെ എഡിറ്ററാക്കി എടുത്തത്. ഞാൻ എഡിറ്റർ ഒന്നും അല്ലായിരുന്നു, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. ഞാനും വീഡിയോഗ്രാഫർ ഒന്നും അല്ലായിരുന്നു. ഞാൻ 2018-20 വീഡിയോഗ്രാഫി ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ കാരണമുണ്ട് അവിടെ ഇരുന്നത്. ഒരു റീസൺ ഇല്ലാതെ തന്നെ ടെർമിനേറ്റ് ചെയ്തു, ഒരു റീസൺ ഇല്ലാതെ. അതിനകത്ത് എഴുതിയേക്കുന്നത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്നാ. അടുത്ത ദിവസം എനിക്ക് കമ്പനി പോകാൻ പറ്റുന്നില്ല. എത്ര നാളെ കമ്പനി വർക്ക് ചെയ്ത് ഞാൻ എന്നാലും എനിക്ക് വേറെ വഴിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കമ്പനി ജോലിയായി, അതും ആ പുള്ളിക്കാരൻ മുടക്കി. അതൊക്കെയാണ് ഇൻസ്പിറേഷൻ.
അപ്പൊ ഈ നൊമാഡി എന്നുള്ള പേര് എങ്ങനെയാ വന്നത്? അതെങ്ങനോ എനിക്ക് തോന്നി അങ്ങ് വന്ന് അതങ്ങ് വന്ന് അതങ്ങ് സെറ്റായി. ലൈക്ക് എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ നൊമാഡിയൻ എന്ന് പറഞ്ഞാൽ അറിയോ അർത്ഥം എന്താ? എന്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ വിളിച്ചോണ്ടിരുന്ന നൊമാഡിയൻ ആര് because I used to തെണ്ടിക്കിരിച്ച് നടക്കുന്നുണ്ടോ? കാരണം ഞാൻ ബ്രദർ സിസ്റ്റർ എന്റെ അച്ഛന് വേണ്ടി പഠിപ്പിക്കുന്നത് എന്റെ 10th ഗ്രേഡിലൊക്കെ നൊമാഡി എന്ന് വെച്ചാൽ കാരണം ഞാൻ വീട് ക്ലാസ്സിൽ എടുക്കുന്നവരെ ഇരിക്കില്ല. അടിക്കുന്നത്. I used to want it. അതുപോലെ കൈകൊട്ടി ചിരിക്കുന്ന ആൾക്കാരെ അടിക്കരുതെന്ന് വലിയ അയ്യോ, അപ്പൊ നമുക്ക് പതുക്കെ ഗെയിമിലോട്ട് കിടന്നാലോ? നമ്മൾ പിള്ളേർ ആക്ച്വലി അതിനിടയിലാണ് ഈ ചോദിക്കുന്നത്. ഗെയിം തുടങ്ങിയോ? നൊമാഡി ഇപ്പം കറക്റ്റ് ആണ്. ഓടി കിടന്ന് വ്ലോഗ് ചെയ്യുമല്ലോ ഞാൻ. That's the thing. അത് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു? അല്ലല്ല, അതിന് മുന്നേ നൊമാഡി എന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും അറിയത്തില്ല. ബിഹൈൻഡ് ദ സീൻ എല്ലാവർക്കും നൊമാഡി ഒരാളെ അറിയാം, പക്ഷെ ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ റിവീൽ ചെയ്യണം, എന്നെ ഫേമസ് ആക്കണം, ഫെയിം വേണം. എനിക്ക് ഫെയിം വേണം, ഫെയിം വേണം. അതൊരു രസമല്ലേ അല്ലേ? ഫസ്റ്റ് സെൽഫി എടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ത്വരയായി. സെൽഫി കിട്ടാൻ വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള സെൽഫി ഇട്ടാറുണ്ട് കേട്ടോ. That's so cool. എനിക്ക് ഇഷ്ടമാണ്, അത് എൻജോയ് ചെയ്ത് തുടങ്ങി. മറ്റേ അങ്ങനല്ല, നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ കാണും. ഇപ്പൊ നമുക്ക് ചിലർക്ക് നമ്മുടെ പേര് അറിയില്ല. റേഡിയോ ആയതുകൊണ്ട് കുറെ പേർക്ക് എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് എന്റെ ലൈഫിൽ ഏറ്റവും സംബന്ധിച്ച് കുറെ പേര് അടുത്ത് വരും. അവിടെയാ പഠിച്ചത്? ഞാൻ പറഞ്ഞു അവിടെ ഇവൻ 99 ആണോ? ഞാൻ അവിടെ പഠിച്ചത്. അപ്പൊ എനിക്കറിയാം ഇവൻ എന്റെ വീഡിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇവർക്ക് നമ്മൾ അറിയില്ല. പക്ഷെ അത് ഭയങ്കര നമുക്കൊരു ഓക്വേർഡ് ഫീൽ ആണ്. ഐ മീൻ ഒരാൾക്ക് നമ്മൾ മനസ്സിലായി എന്നോട് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഷോപ്പിലേക്ക് ഓക്കെ നാട്ടിലെവിടെ ഇവിടെ മറ്റോടത്തോണേ പറഞ്ഞല്ല ലാസ്റ്റ് ഉണ്ട് നൊമാഡിന്റെ വീട്ടിൽ വരാറുണ്ടല്ലേ അതവനൊരു കുറച്ചിലായി. പറയണം ഏടാ അങ്ങനല്ലടാ. ഞാൻ നൊമാഡിൻ എന്ന് പറഞ്ഞ് ബ്ലോഗിൽ പറഞ്ഞ ആൾക്കാർക്ക് നൊമാഡിൻ സാധനം ഈസി ആയി. ഞാൻ മനപ്പുറം പറഞ്ഞു നൊമാഡിലെ എത്തിച്ചതാ. നൊമാഡിന് ഫേമസ് ആവണം, എനിക്ക് ഫേമസ് ആവണം, പക്ഷെ സ്വന്തം പേരിലാവണ്ട. എനിക്ക് ഇതൊരു ചോദ്യമാണ്. എനിക്ക് സ്വന്തം പേരിൽ അറിയപ്പെടണം. സ്വന്തം പേര് പറയണോ? പറയണ്ടേ? എനിക്കറിയില്ല, അത് നിർബന്ധിക്കണോ? അവിടെ ഇരുന്നോ പോണ നേരത്ത് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോ ലാസ്റ്റ് പേരാണ്. ഞാൻ കണ്ടത് ഫ്രണ്ട്സിനോട് പറഞ്ഞ അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. മറ്റേ അവനടാ അതെനിക്ക് കേക്കണ്ട. പിന്നെ ആൾക്കാർക്ക് ഈസിയാവും. അവനാണോ നമുക്ക് നൊമാഡിയൻ പിന്നെ ഈസിയോ മനസ്സിലായോ? But I also think now you have built it. Now even if your name's gonna get revealed, it's not. ഇപ്പൊ ഒരു പൊസിഷൻ എത്തിയോ? Yeah, that's what I. കുറച്ചുകൂടെ പ്ലാൻ ഉണ്ട്. കുറച്ചുകൂടെ ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യട്ടെ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റൈലൊക്കെ ചിലപ്പോൾ മാറും. പിന്നെ എനിക്ക് സെലിബ്രിറ്റീസ് ആയിട്ട് ബ്ലോഗ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് മോഹൻലാലായിട്ട് എന്റെ ഫുഡ് ബ്ലോഗിൽ അത് നടക്കും. ഏതെങ്കിലും നല്ല ആക്ടറിന്റെ ബ്ലോഗിൽ വരും. ഇതൊക്കെ എഴുതി വെച്ചു. ആരും എഴുതുന്നേ അവര് മനസ്സിലാക്കുക. ആകെ 7-10 വ്യൂസ് കൊണ്ട് മോഹൻലാലിനെ കൊണ്ടുവരണം. എനിക്ക് ഷസാമൊക്കെ എന്റെ വീഡിയോ വലിയ സംഭവമായിരുന്നു. ഷസാമിനെ മീറ്റ് ചെയ്തതും വീഡിയോയിൽ കൊണ്ടുവരാന്നുള്ളത് ശരിക്കും വേറൊരാളെ വെച്ചാലേക്കും ഭയങ്കര ഇതല്ലേ? പിന്നെ പുള്ളിയൊക്കെ നമ്മുടെ മല്ലൂസിന്റെ ഇടയ്ക്ക് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ആണ്. ലെജൻഡ് എന്നൊക്കെ പറയാം. എത്ര വർഷം മുന്നേ ആഗ്രഹമില്ല ഷസാമിനോട് വീഡിയോ ചെയ്യാൻ. സിമ്പിൾ. ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു പണ്ട്. ഈവൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഷസാമിന്റെ കൂടെ. സുബിനോളജി അറിഞ്ഞിട്ടില്ല. സുബിനോളജി കൂടെ എനിക്ക് വീഡിയോ ചെയ്യാൻ സുബിനോളജിയുടെ വീഡിയോ ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു. എനിക്കറിയാം, ഞാൻ സുബിനോളജിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ നെർവസ് ഫോണിൽ ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് പറയാനും പറ്റുന്നില്ല നേരെ. കാരണം ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് മൊമെന്റ്സ് ആയിരുന്നു, നല്ല മൊമെന്റ്സ് ആയിരുന്നു ലൈഫിൽ. ഇവരൊക്കെ പരിചയപ്പെട്ടത്
പിന്നെ നമുക്ക് തന്നെ വെയിറ്റ് അല്ലേ ഇവർ ഇവിടെ നടക്കുമ്പോ ശരിയാ. ഫ്രണ്ട്സ് ആണ് പറയാം. ആക്ച്വലി ഇതൊക്കെ റിയാലിറ്റിയാണ്. നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതൊന്നും ഇഷ്ടമല്ലാത്തവന്മാര് നടക്കാത്ത ആൾക്കാർ അവിടെ നിന്ന് കുരയ്ക്കും. Always there. അവന്റെ ഒരു ചാടം, അവന്റെ ഒരു മുടി, അവന്റെ ഒരു നിർത്തിക്കോ. അവന്റെ ഒരു ചാടം, അവന്റെ ഒരു കണ്ണാടി, അവന്റെ ഒരു ഷൂസ്. ആ ഒരു 10 ആൾക്കാർ will always be there in your life, right? ഇല്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ജീവിക്കാൻ രസം. ശരിയാ. പക്ഷെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള ആൾക്കാർ ആരെയും കുറ്റം പറയത്തില്ല. അല്ല, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സമയമില്ല ആർക്കും. ശരിയാ. സമയമില്ല. അതെ. ബ്രോ വന്ന് കുറ്റം പറ, ബ്രോ ആർക്കെങ്കിലും പോയി കമന്റ് ചെയ്യും. ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്യാറില്ല. ചെയ്യാറില്ല. നമുക്ക് സമയമില്ല. നമ്മളെന്താ എല്ലാവരുടെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക, ഞാൻ പണ്ട് ചെയ്യാത്തതും ഇപ്പൊ റീസെന്റ് അല്ല, ഒരു 2 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നല്ലത് കണ്ട കമന്റ് ഇടാൻ തുടങ്ങി. നിങ്ങൾ ചെയ്യുന്നുണ്ടോ അറിയില്ല. Yeah, I don't ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്തപ്പോ ഞാൻ ഇവനോട് പറഞ്ഞായിരുന്നു, ഞാനത് ചെയ്ത് ഞാൻ പർപ്പസ്ലി ചെയ്ത് തുടങ്ങിയത്. കാരണം എനിക്ക് അതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫൺ വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവരും ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് അത് മറ്റേ വീഡിയോ ഇട്ടില്ല, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലൈക്കും ഇതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചെക്ക് ചെയ്ത് അത് 2-3 പ്രാവശ്യം ഇങ്ങനെ ആയപ്പോൾ ലൈക്ക് ഇതൊന്നും കാണുന്നില്ല. ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഇവൻ എന്നെ നല്ല വീഡിയോ എന്ന് പറഞ്ഞ വീഡിയോ പോലും ലൈക്ക് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ മുമ്പ് പേരിൽ ഇങ്ങനെ എഴുതുമായിരുന്നു ചില വാചകങ്ങളൊക്കെ, മറ്റേ മഹത്വചനൊക്കെ പോലെ. അതിൻ്റെ ഒരു ഫൺ ആംഗിളിൽ സാധനം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വീരൻ എന്നൊരു പേജ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് ഇത് സ്റ്റോറിയൊക്കെ ഇടും അവര്, അങ്ങനത്തെ ഡയലോഗൊക്കെ ആണെങ്കിൽ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ അവര് വീരൻ കട്ട് ചെയ്തിട്ടിടും. ഇവരെന്ത് ചെയ്യുന്നത്? അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾക്കറിയുന്ന ആള് നമ്മൾ ഈ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമന്റിലും ചിരിക്കണം. നമുക്ക് അതെല്ലാം കിട്ടാമല്ലോ, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കിപ്പോ നൊമാഡിന്റെ ആ സമയത്ത് അതിലൊന്നും പോയി കമന്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം ഉണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ട് കാര്യം ഇടുക ഇൻസ്പിറേഷൻ ആണ്. ഞാൻ വന്ന് ഈ കുട്ടിയുടെ കമന്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തോ ഉണ്ട്. ഞാനും പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ശ്രദ്ധിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് സിംഗർ സിത്താര ശ്രദ്ധിച്ചാൽ, സിത്താരൊക്കെ പലയിലും പോയിട്ട് കമന്റ് ചെയ്യും. കോമഡി ഫൺ വീഡിയോ, മ്യൂസിക് റിലേറ്റഡ് വീഡിയോ ആയിരിക്കില്ല, പക്ഷെ അവരതിന്റെ താഴെ പോയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വളരെ പറഞ്ഞു വേണ്ട, ഒരു വലിയൊരു സെലിബ്രിറ്റി കമന്റ് ഇട്ടേക്ക് റീച്ച് പറയാം. മോട്ടിവേഷൻ ആണ്. എന്റെ കോൺഫിഡൻസ് വന്നത് ഈ ഷസാമ വന്ന പിന്നെ പറയത്തില്ലേ നിന്റെ വീഡിയോ അടിപൊളിയാ, പുള്ളി പറയും നല്ല 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 ക്രിയേഷൻ ആണ്, അടിപൊളി. കൂടുതൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ആയി ഇവരൊക്കെ വന്നേ പിന്നെ. കാർത്തിക് സൂര്യ എന്റെ വീഡിയോ കമന്റ് ഇടും, പുള്ളി വീഡിയോ കാണാറുണ്ടെന്ന് ഷസാമ എന്നോട് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാവും കണക്ട് ആവാതെ ആരും ഒന്നും ചെയ്തില്ല. അപ്പം എല്ലാരും ഇത് കാണുന്നുണ്ട്. നാട്ടില് ഇപ്പോഴും എന്റെ കുറെ ആൾക്കാർ എന്റെ വീഡിയോ ഒന്നും കാണാത്ത, എന്റെ വീഡിയോ കാണുമ്പോൾ സ്വൈപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. എന്റെ ഫ്രണ്ട്സ് പറയാം എന്നോട് അവർക്കത് ഇഷ്ടമല്ല. കാരണം കൂടെ നടന്ന ആൾക്കാർ ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവര് മനസ്സിലാക്കണം എല്ലാരും ഒരുമിച്ച് നടന്നെയാണ്. ഫ്യൂച്ചറിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മളെ കൂടെ കാണും. സെൽഫിഷ് ബിഹേവിയർ ആൾക്കാരുണ്ട്. ജപ്പാൻ ട്രിപ്പ് അത് കുറെ പേര് ആക്ച്വലി നോട്ടീസ് ചെയ്ത ഒരു, ബിക്കോസ് യു വെന്റ് വിത്ത് യുവർ ഉമ്മ. So how did that happen actually? Like why did you decide to take her along? ജപ്പാനിൽ പോകാൻ വേണ്ടിട്ട് ഇതുപോലെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. വണ്ടികൾ കുറെ ഉണ്ട്, അവിടെ പാർട്സ് എടുക്കണം. അപ്പൊ അങ്ങനെ പോകാൻ നേരത്ത് ഉമ്മ പറഞ്ഞു എനിക്കും വരണം. എന്റെ ഉമ്മക്ക് ചെറി ബ്ലോസം കാണിച്ചു കൊടുത്ത്. ഉമ്മക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. ജപ്പാനിലൊന്നും അറിയുന്നില്ല. ഞാൻ ചെറി ബ്ലോസം കാണിച്ചു കൊടുത്തു. ഇത് ജപ്പാനില് ഞാൻ ഇവിടെ പോകേണ്ടത് പറഞ്ഞത്. ഞാനുണ്ട് എന്നോട് കൊണ്ടോ. ഞാൻ പറഞ്ഞു നോക്കാം, ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കാം പറഞ്ഞു. അപ്പൊ ഉമ്മ പാപ്പനോട് വെച്ച്, പാപ്പ വയ്ക്കുമ്പോ പാപ്പാക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, തിരക്ക വരാൻ പറ്റില്ല കാരണം. അപ്പൊ പാപ്പ പറഞ്ഞു നിങ്ങൾ പൊക്കോളം പറഞ്ഞു. പിന്നെ ഉമ്മാക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ടുപോവാ. ആദ്യം ഞങ്ങൾ ട്രിപ്പ് പോയിട്ടില്ല അങ്ങനെ ഒരുമിച്ച് തരുന്നുണ്ട്. ഞാൻ ഉമ്മയും കൂടെ ഒറ്റയ്ക്ക് എവിടെ പോയിട്ടില്ല. 2 അനിയന്മാരുണ്ട്. അനിയന്മാരാ. അപ്പൊ ഉമ്മാനെ കൊണ്ട് അങ്ങനെ എവിടെയും പോയിട്ടില്ല. ഇനി പിന്നെ ഫ്യൂച്ചറിൽ കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെ ഇപ്പൊ നടന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതാണ് പറ്റിയ സമയം. പിന്നെ ഉമ്മാക്ക് ഭയങ്കര അതിനെ പറ്റി ഇങ്ങനെ ഞങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു, ജപ്പാനിലെ ചെറി ബ്ലോസത്തിനെ പറ്റി നോക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു വിസക്ക് കൊടുക്കാം. അതിന് ഉമ്മാക്കും കൊടുത്ത്. എനിക്ക് ഓൾറെഡി വിസ ഉണ്ടായിരുന്നു, എടുത്ത് വെച്ചിരുന്ന ഞാൻ. പിന്നെ അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെരുന്നാള് കഴിഞ്ഞ സമയം. അപ്പൊ അപ്ലൈ ചെയ്തിട്ട് ഉമ്മാടെ വിസ വരുന്നില്ല. അപ്പൊ എന്റെ ഡേറ്റും തീരാനേ, വിസ എടുത്തിട്ട് പോയില്ലെങ്കിൽ ഇപ്പൊ വിസ ക്യാൻസൽ ആവുന്ന ഒരു 3 മാസം വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ കറക്റ്റ് ഒരു ദിവസം മുന്നേ ഉമ്മാക്ക് ഇത് വന്നു, വിസയുടെ ഇത് വന്നു. അപ്പൊ തന്നെ ടിക്കറ്റ് എടുത്ത്
അങ്ങനെ ഞങ്ങൾ പോയി. പോയപ്പോ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ഒരു ഇങ്ങനത്തെ സാധനം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ അതിനു മുന്നേ ചെയ്തിട്ടില്ല സംസാരിക്കുന്നു. ഇവനോട് പോണേ മുന്നേ ഞാൻ ഇവനോട് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, വീഡിയോ എടുത്ത് ഇങ്ങനെ ഇതാണ് ഡയലോഗ് പറയാൻ പോകുന്നത്, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ മൈൻഡിൽ വെച്ച് ഫസ്റ്റ് ടോക്കിംഗ് വീഡിയോ അതായിരുന്നു. So you have a vision board in your mind also. വിഷൻ ബോർഡ് മൈൻഡിലുണ്ട്. ഞാനത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വിഷൻ ബോർഡ് ഇങ്ങനെ പ്രിന്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും മൈൻഡിലുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞടാ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും, അപ്പൊ എങ്ങനെ വെച്ചുമ്പോൾ അത് കത്തും. ഞാൻ പറഞ്ഞു ഓക്കെ. അവിടെ പോയിട്ട് ഇത് ഷൂട്ട് അത് ഷൂട്ട് ചെയ്യാൻ തന്നെ മെയിൻ ഇത് ഗോൾ ഉണ്ടായിരുന്നു. So you didn't have a third person, you only shot. ഇല്ല, I only shot. ട്രൈപോഡും ക്യാമറ മൗണ്ടും. എന്റെ ഐ തിങ്ക് യു ആസ്ക് മീ ഇന്നലെ ആരോ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ഗേൾഫ്രണ്ട് അല്ലായിരിക്കും. വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ലല്ലോ. അതെ, ഗേൾഫ്രണ്ട് ഉണ്ട്. ഇക്ക കമ്മിറ്റഡ് ആണ് ഗൈസ്. കമ്മിറ്റഡ് ആണ്. സിംഗിൾ പേഴ്സൺ. Are you single? Can you tell that? അല്ല, I'm not single. You're not single. ഇവിടെ എനിക്ക് തോന്നി അതല്ല, അതായത് ഉമ്മയിലൂടെ എന്റെ ഇടയിലൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര റീച്ച് കിട്ടി എനിക്ക്, ഭയങ്കര ബ്രേക്ക് ത്രൂ, കോൺഫിഡൻസും കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സമയം. I think the first video I noticed of yours was that video actually. ജപ്പാൻ. Yeah, the Japan video. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസും കിട്ടി. എന്റെ DM ഒക്കെ ഫുള്ളായി. ഞാൻ അങ്ങനെ ഒരു പ്രതിഭാസം ആദ്യമായിട്ട് കാണുന്നത്. DM എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് 40+ റിക്വസ്റ്റ്. പിന്നെ ഇങ്ങനെ കയറും തോറും 50, 100 അങ്ങനെ റിക്വസ്റ്റുകൾ മാത്രം. പിന്നെ അങ്ങനെ ഓരോന്ന് തുറന്ന് റിപ്ലൈ ചെയ്ത് നോക്കി, പിന്നെ പറ്റാണ്ടായി. എന്നോട് പറയും ഇപ്പോഴും 10K ആയി നീ കണ്ടോ. ഇപ്പോഴും പറ, കഴിഞ്ഞോട്ടും പറ എനിക്ക് 20K ആയി നീ കണ്ടോ. That's very nice. ഇവനെ വെട്ടിക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇങ്ങോട്ടൊക്കെ വെട്ടിക്കും. ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്ന ദാറ്റ് ഈസ് ഓൾസോ ചിലവർക്ക് നമുക്ക് പറയുമ്പോ നമുക്ക് തോന്നും ഇനി നമ്മള് ജാടയാണെന്ന് ഓപ്പൺ ആയിട്ടേ പറയാൻ പാടുള്ളൂ. ആ വീഡിയോക്ക് നെഗറ്റീവ് കമന്റ് വന്നിട്ടില്ലേ? ഇല്ല, ആ വീഡിയോക്ക് വന്നിട്ടുണ്ടല്ലോ. ആരൊക്കെ ഒന്ന് പറഞ്ഞിട്ടില്ലേ? എന്തോ ഉണ്ടായിരുന്നല്ലേ? നെഗറ്റീവ് കമന്റ് എന്തോ ഉണ്ടായിരുന്നു. അല്ല, നെഗറ്റീവ് എല്ലാത്തിലും കമന്റ് തരാനാ അറിയില്ല, എന്തോ ഉണ്ടായിരുന്നു. അല്ല, എന്തോ ഉണ്ടായിരുന്നു അല്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. എത്ര നല്ലതാണെങ്കിലും അതിന് നെഗറ്റീവ് വരും വരും വരും. മറ്റേ നമ്മുടെ വീഡിയോന് ഒരാള് പറഞ്ഞു എന്നെ കണക്കിളവിനെ പോലെ അത് നെഗറ്റീവ് അല്ലല്ലോ, അതൊരു പോസിറ്റീവ് അല്ലേ? റിയലിസ്റ്റിക് അങ്ങനെ എടുക്കല്ലേ? ഇവിടെ ബോഡി ഷേമിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏജ് ഷേമിങ്. നെവർ മൈൻഡ്. അപ്പൊ സംഭവം ഇതാണ്, ദിസ് ഓർ ദാറ്റ്. ഒരു മണിക്കൂർ നിങ്ങൾ രണ്ടുപേരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, 1 മണിക്കൂർ മുന്നേ തീരേണ്ട ഗെയിം സമയം കഴിഞ്ഞു, എനിക്ക് പോകണം. ഞാൻ ഡ്യൂട്ടി ടൈം നോക്കാത്ത ഒരു എംപ്ലോയി ആണല്ലോ. പോയിട്ട് തന്നവരോട് ഞാൻ ഇന്ന് കുറച്ചു നേരം കൂടുതൽ ഇരുന്നിട്ടുണ്ട്. എനിക്കും എല്ലാവർക്കും. ഓക്കെ, സോ യാസർ, നൊമാഡിയൻ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യാസറിനോടാണ് ചോദിക്കുന്നത്. കമ്മിങ് ടു നൊമാഡിയൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ഗിവ് യു 2 ഓപ്ഷൻസ്. അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യണം. പിന്നെ ആ ഓപ്ഷൻ ഇപ്പൊ ചൂസ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് പെൻസിൽ ഓർ പെൻ. സോ ഇഫ് യു സേ പെൻ, then my next question will be is it a chocolate? So you have to choose between pen or a chocolate. Okay, fine. സോ കാറുകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന യാസറിന് കുറെ കാറുകളാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹ്യുണ്ടായി ഓർ ഹോണ്ട? ഹോണ്ട. ഓക്കെ, ഹോണ്ട ഓർ വോൾക്സ്വാഗൺ? ഹോണ്ട ഓർ ടെസ്ല? ടെസ്ല. ഓക്കെ, ഹോണ്ട ഓർ ജിറ്റോർ? ഹോണ്ട. ഹോണ്ട ഓർ മെർസിഡീസ്? ഹോണ്ട. Honda sales after this. Honda or BMW? Honda. ഞാൻ ചോദിക്കണില്ലേ, ഹോണ്ട ഓർ ടൊയോട്ട? ടൊയോട്ട. വന്നില്ലല്ലോ ആലോചിക്കും. ഓക്കെ, ടൊയോട്ട ഓർ ഓഡി?
ടൊയോട്ട or Nissan? ഞങ്ങൾ അങ്ങനെ Come on, you have to choose. നിസാൻ. എന്റെ കൂടുതലുള്ള നിസാൻ, അതുകൊണ്ട് ഏതൊക്കെ നിസാൻ കാർസ് ആണുള്ളത്? Obviously നിസാനിൽ ഇത് സ്കൈലൈൻ തന്നെ, സ്കൈലൈൻ സീരീസ്. Okay, perfect. അപ്പോൾ Yeah, so Nomadian. ഒരാൾ അവിടെ നിന്ന് കുടിക്കണോ? ചോറ് ഓർ പഴകഞ്ഞി ഇതൊക്കെ മുളക് അല്ലെങ്കിൽ ഞാനിവിടുത്തെ പിസ്സ പിസ്സ ചോറും കപ്പപ്പുഴുക്ക് കിട്ടും, ഉണക്കമീൻ അതൊക്കെ ആയിരിക്കല്ലേ. Okay. Kappa, meen curry or ഞാൻ പറയില്ലേ കപ്പ അല്ല കപ്പ മീൻ കറി or put and kadla. കപ്പ മീൻ കറി. Okay, perfect. Okay. So kappa, meen curry or pizza. കപ്പ മീൻ കറി പിസ നേരെ പറഞ്ഞിട്ട് പോയാ മതി. Kappa or meen curry. കപ്പ മീൻ കറി കപ്പ മീൻ കറി. അവിടെ ഹോണ്ട, ഇവിടെ കപ്പ. ഇവിടെ ഹോണ്ട, ഇവിടെ കപ്പ. വാശരി പറയട്ടെ. Kappa and meen curry plus lamb or lamb chops. Obviously കപ്പ മീൻ കറി. അതൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കും. Kappa and meen curry or burger. കപ്പ മീൻ കറി. Kappa and meen curry. ഇതൊരു ചെറിയ മോഡി യൂസ് ചെയ്യും. കപ്പ മീൻ കറി. ഇന്നത്തോടെ കപ്പ മീൻ കറിയുടെ മാർക്കറ്റ് ഇടിയും. ആൾക്കാർ പറയും എന്തൊരു ഭാഷ പാടാണ് ഈ വാക്ക് പറയാൻ. അതല്ല, ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കപ്പ മീൻ ഒഴിവാക്കി തരാൻ പറ്റും. എപ്പോഴും ചോദിക്കും ഈ കപ്പ മീൻ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കപ്പ or കഞ്ഞി. കഞ്ഞി 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 or ബിരിയാണി. കഞ്ഞി കഞ്ഞി or മന്തി. കഞ്ഞി Okay, കഞ്ഞി or പൊറോട്ട and beef. കഞ്ഞി. കഞ്ഞിക്ക് പോയി. അങ്ങനെ ഞാൻ ഒരു കഞ്ഞി ആയിരിക്കും ഗൈസ്. പറഞ്ഞും കൂടി ഇല്ലല്ലോടാ. ഓക്കെ, അടുത്തത് What kind of കഞ്ഞി is your favorite? പാലക്കഞ്ഞി. പഴകഞ്ഞി. പഴങ്കഞ്ഞി. ശരി, കുടിച്ചിട്ടുണ്ടോ? പഴം കുടിച്ചിട്ടുണ്ടോ? എന്റെ എനിക്ക് വയറിന് ഇഷ്യൂ ഉണ്ട്. അപ്പൊ പഴങ്കഞ്ഞി കുടിക്കാൻ പാടും. മനസ്സിലായി. ഇഷ്യൂസ് അല്ല ഇവിടെ സംസാരിക്കുന്നത്. ഡോക്ടറല്ലേ ഞാൻ. കുടിക്കാൻ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്? അത് വയറ് തണുക്കുന്നോണ്ട് ഞാനത് വയറ് തണുക്കേ. when you drink ചൂടാക്കി അയ്യോ ചളി. കുളുത്ത് പറഞ്ഞു അവള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാറ്. പിന്നെ ആൾക്കാർക്ക് പറയാൻ എന്നെ നോമൂന്ന് വിളിക്കാറുണ്ട്. ഞാൻ നോമു ഇപ്പൊ കുറച്ചേരം മുന്നേ പറഞ്ഞു. നോമൂന്ന് വിളിക്കാറുണ്ട്. നോമു. See, that's because people are ഇപ്പൊ എനിക്ക് കപ്പ മീൻ പറയല്ലേ, എനിക്ക് എന്നെ കപ്പ മീൻ കറി വെറുതെ. ഫ്യൂഷൻ ഡിഷ് ഒക്കെ പോലെ ഞാൻ കപ്പ മീൻ കറി കഴിക്കാൻ ആലോചിക്കും. കഴിക്കണോ സുന്ദരി പാടിട്ട് പറഞ്ഞേ. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഓർക്കുമല്ലോ. കുഴപ്പമില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഇവക്കുള്ളതൊക്കെ ഭയങ്കര എൻജോയ് ഉണ്ട്. ആഗ്രഹമൊന്നുമല്ല, ഞാൻ ഭയങ്കര സപ്പോർട്ട്. സുഡിനോളജി ഒരു ബ്രാൻഡ് ഇറങ്ങി അറിയില്ലായിരുന്നു. സ്റ്റുഡിയോ ഞാൻ വീണ്ടും പറയാൻ ടെൻഷൻ അടിച്ചിട്ടാണ് പറഞ്ഞു പോയത്. ഇതേ ഉള്ള ഗെയിം. ഇതാണോ ഗെയിം? ഇതാണ് ഗെയിം. എന്തോ ഗെയിം സെറ്റപ്പാണ്, വൻ സെറ്റപ്പാണ്. പ്രതീക്ഷിക്കാം ഗെയിമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. കപ്പ മീൻ കറി പഴവഴിയുണ്ട്. ഞാൻ കാശ് ചോദിച്ചാൽ ഞാൻ പറയാം കുറെ കാര്യങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും. ഈസി സംസാരിക്കുമ്പോഴേ മനസ്സിലാവും. കിട്ടി എനിക്ക് എന്തൊക്കെയാ സംസാരിക്കാൻ. രണ്ട് കാര്യങ്ങൾ. ആരെ പറ്റി പറയണം? അല്ല, ആദ്യം തൻവീർ സിനിമയിൽ തൻവീറിനൊക്കെ പറഞ്ഞില്ലേ. പിന്നെ തൻവീർ ഇങ്ങനെ പോവാണെങ്കിൽ അവിടെ എല്ലാം കേറും. ഇവരോടാണ് പോണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ തൻവീർ കത്തും. തൻവീർ കയറുന്ന
സ്പേസ് ഗാലക്സി ഓൺ എയർ മിക്കവാറും ഓണറിൽ നിന്ന് ഉടനെ എങ്ങോട്ടെങ്കിലും സ്പേസിലോട്ട് പോകും. ഓൾറെഡി ഓൺ ഞങ്ങൾ അത്ര അടിപൊളിയാന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതെ. ഓക്കെ പിന്നെ ഔട്ട്ഫിറ്റ് കൊള്ളാം കേട്ടോ, ഷൂസ് ആണെങ്കിലല്ല. താങ്ക് യു ഒരു കാര്യം കൂടെ തൻവീർ. ഒറ്റ കാര്യം ചോദിക്കാം. ഞാൻ പറഞ്ഞു കാര്യങ്ങളാണ്. 3 കാര്യങ്ങളല്ലേ, 2 പറഞ്ഞു. ഇനി ഇത്രയൊക്കെ നമുക്ക് അല്ലെങ്കിൽ തൻവീറോട് കുറച്ചൊക്കെ മാറി സംസാരിക്കണം. ഓക്കെ, ഇനി എന്നെ കുറിച്ച് തന്നെ കുറിച്ച് അത് എന്നോട് പറയേണ്ടത്. കൊള്ളാം. ഞാൻ മറ്റേ ചെയ്തേരാ. പ്രൊമോഷൻ കൊടുക്കലുണ്ട് ആയിരിക്കും. നേരത്തെ തന്നെ മൈക്കിന് മുമ്പിൽ ഇരുത്ത് ആർജയുടെ. മൈക്കിന് നേരത്തെ ഞാൻ നേരത്തെ ഇരുന്നു. കുറച്ചുകൂടെ സംസാരിച്ച കുറച്ചുകൂടെ മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, അന്നയെ കുറിച്ച് ഒരു കാര്യം കഴിഞ്ഞോ? അത്രയാണോ പ്രൊഡിക്ഷൻ? അതിനെ കുറിച്ച് എന്താ സ്റ്റുഡിയോ കോളേജ് തന്നെ പോയി പറയില്ല. അല്ല, എന്തിനാ എന്നെ കാണുമ്പോ നിങ്ങൾ കൈയടിക്കണം? യു ക്ലാപ്പിംഗ്, യു സ്റ്റഡിഡ് വിത്ത് മീ ഫ്രം ഫിഫ്ത്ത് ഓൺവേർഡ്. ഇവര് 5ാം ക്ലാസ്സിലൊക്കെ ഒന്നിച്ചടിച്ചോ? ഇവരുടെ പോഡ്കാസ്റ്റ് നല്ല രസമുണ്ടല്ലേ, ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു. ചിരിച്ചു നിൽക്കിയ കവള് പക്ഷേ ഹോട്ട് സീറ്റില് അതുപോലെ ആൾക്കാർ വരണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ പോഡ്കാസ്റ്റ് പേരെന്താണെന്ന് അറിയോ? Supervising this. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യൂ? ഞങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഞങ്ങളുടെ സൂപ്പർവൈസർ ആരാ ഇവിടെ? ഞാനാണ് ചെയ്യേണ്ടത്. തൻവീർ. ഇവരാരിപ്പോ എന്നെ വഴി തെറ്റിക്കുന്നു. സുബിനോളജിന്റെ സംഭവം മാറ്റിയിട്ട് can you- അത് വിട് അത് മാറ്റിയിട്ടില്ല. Can you give a good prediction about me? Thank you. Accept. ഒന്നുമില്ല, മതി, മനസ്സിലായി. ഒന്നുമില്ല. ഈ ഫീൽഡിൽ എന്തെങ്കിലും വെട്ടിത്തെളിയും. തെളി Thank you. നല്ലൊരു ആർജയാവും കേട്ടോ. Oh, thank you. ആങ്കറിങ് ആവാനുള്ള കഴിയും. നല്ല ആങ്കറിങ്. ആങ്കറിങ്. Yeah, she's a good host. ഇല്ല ഏതെങ്കിലും ഷിപ്പിൽ പോയിട്ട് ആങ്കർ എടുത്ത് ഇറങ്ങിയായിരുന്നോ? ഇല്ല, മീഡിയകളിൽ ചെയ്തിട്ടുണ്ട്. ആണോ? ആണോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല, ഞാൻ പറഞ്ഞു. പിന്നെ ഒരു സാധനം പറയുന്നത് നല്ല ചിരിയാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അകത്ത് ഫേക്ക് ആണെങ്കിലും പുറമേ നല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസന്റ്, We need to accept. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എല്ലാവരും നല്ല നോക്കുന്നു. അങ്ങനെ അല്ലെന്നല്ല, എന്തെങ്കിലും ചോദിക്കും പുറത്ത് നാല് വിചാരിക്കും ആംബുലൻസ് ഇവിടെ ഇതെപ്പോ ഇടും? അല്ലല്ല, എനിക്ക് ചോദിക്കാനുണ്ട്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ ആഫ്റ്റർ 5 years നിങ്ങളുടെ 5 years നിങ്ങളുടെ പ്ലാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? തൻവീറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തൻവീർ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണല്ലേ? Yes, Yeah, yes. very much. We told him yesterday also. നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ഹ്യൂമൻ ബീങ്. He's a very good what do I say? ലിസണർ. Yeah, Yeah. he listens a lot. Listener, yeah. ഞങ്ങൾ പറയുന്ന ചോദിക്കൊന്നും ഇല്ലാത്തോണ്ടാണ് ലിസണർ. അല്ല, ഞാൻ പൊതുവെ ഇവരോടൊന്നും പറയാനില്ല, പിന്നെ കേട്ടിരിക്കുക. അല്ല, actually ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ എല്ലാ എനിക്കധികം idea- കേൾക്കാൻ ഇഷ്ടം. ഇരുന്ന് കേൾക്കും തന്നീർ. ഇപ്പൊ ഞാനൊക്കെ ആദ്യം വന്ന സമയത്ത് അല്ലാതെ ഈ സോഫയിൽ കിടന്ന് കേൾക്കാൻ പറ്റത്തില്ലല്ലേ, ഇരുന്നല്ലേ കേൾക്കാൻ പറ്റൂ. അയ്യോ, അയ്യോ, അപ്പൊ തന്നീര് അല്ല ഞാൻ കുറച്ച് കിടന്ന് കേൾക്കാം. ഇരുന്ന് കേൾക്കും. തൻവീറിന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോ ഐ എം വെരി എൻതൂസിയാസ്റ്റിക്. ഒബ്വിയസ്ലി എവരിവൺ ഇസ് ലൈക്ക് വെരി ജഗ. അപ്പൊ എന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഐ ബിക്കം ബിറ്റ് ഡിപ്രസ്ഡ് ബിക്കോസ് എന്റെ ഏജിൽ ആരും ഇല്ലാണ്ടാവുമ്പോ പിന്നെ എനിക്ക് മയക്കം വന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വെരി ഹാപ്പി നൗ. ഇപ്പൊ കുറച്ച് ഡിപ്രഷൻ കൂടിയത്. ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. സമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ തൻവീറിന്റെ അടുത്ത് ഞാൻ ഓരോ ഐഡിയ പറയാം, ചിലതൊക്കെ പാളിപ്പോയെങ്കിലും ചിലതോ ഇവിടെ വന്നിട്ട് മൊത്തം പാളലായിരുന്നു. ഈ പാളി പോവാത്തതൊക്കെയെന്ന് പറയാം. പാളി പോവാത്ത ഒരു കാര്യം പോഡ്കാസ്റ്റിലാണ് പറഞ്ഞത് നമ്മൾ ഫെയിലർ ആവുമ്പോഴേ നമ്മൾ സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ പാളി ട്രൈ അഗൈൻ വീണ്ടും. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇപ്പൊ നമ്മള് 360ലാണ്. 360 അൽഹംദുലില്ലാ സോ ഫാർ. മൂവി ഡയറക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്? ഇല്ല, അതങ്ങനെ എനിക്ക് പണ്ട് ഭയങ്കര സിനിമ ഭ്രാന്തായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കലോത്സവം, മിമിക്രി, മോഡൽ, നാടകം പരിപാടിയൊക്കെ ഒരു മെമ്മറി കാണിക്കാം. ഇപ്പം ചെയ്യാൻ ഞാൻ ചെയ്തിട്ടാണോ ഞാൻ ചെയ്തത്? ഞാൻ പൊട്ടത്തരാണ് വിളിച്ചു പറഞ്ഞത്. എന്നെ പേടിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ കേറി പറയോ ഞങ്ങളുടെ ഇത് കേറുമ്പോ ലൈറ്റ് അല്ലെങ്കിൽ അവിടെ ഇച്ചിരി ഡാർക്കാ. So he'll stand behind the എനിക്കറിയാം but still he has to stand behind the door. വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നിർത്ത് കുറച്ച് പറഞ്ഞു. ഒരു Sky bro. ഞാനൊക്കെ എത്രയും പേര് Yeah, actually കൊട്ടി എന്റെ ഇതിലോ എന്റെ ബ്ലോഗിലോ പറ്റിയതാ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളങ്ങനെ പോവാണ്, ഒരു യാത്രയാണ്. 360 യാത്ര. അതിലിങ്ങനെ ഓരോ മാറ്റങ്ങൾ, ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നു. 360 മീൻസ് തന്നെ ഒരു ഫ്യൂച്ചർ കോൺസെപ്റ്റ് ആണ്. ഒരു ഡിജിറ്റൽ റേഡിയോ ആണ്. അതായത് ഒരു എൻഡ് ഇല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിങ്ങനെ അതിലിങ്ങനെ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ മാറ്റത്തിനൊപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്
ഞാൻ അങ്ങനെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല ആക്ച്വലി. അവൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ കുറേ കാലം ഇപ്പോൾ ക്ലബ് എഫ് എമ്മിലായിരുന്നു കുറേ കാലം. അപ്പോൾ അവൻ ഓൾമോസ്റ്റ് 10 years അവിടെ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ അറിയാലോ നമ്മളങ്ങനെ കുറേ പ്ലാൻ ചെയ്യാൻ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. നമ്മൾ സിനിമ പ്രാന്ത് അന്നുണ്ട്, മുമ്പുണ്ടായിരുന്നു. ഈ അഭിനയിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ തമ്പാറ അന്നിങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ്. പണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, അല്ലാതെ പിന്നെ ചാൻസ് ചോദിച്ചിട്ട് പോലില്ല. അപ്പോൾ അവർ ഓർത്തിട്ട് ഇങ്ങനെ വിളിച്ചതാണ് ഇങ്ങനെ സംഭവം. അങ്ങനെ ഒരു മിമിക്രി കാണിക്കേ സിമ്പിൾ. നിങ്ങൾ ആർജിയാണ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഏതാ ചെയ്തോണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ? ഞാൻ എന്റെ വേറെ മിമിക്രിനേക്കാൾ എന്റെ സ്റ്റോറി ആയിരുന്നു രസം. ഐ മീൻ അങ്ങനെയാണ് എനിക്ക് പ്രൈസ് കിട്ടിക്കൊണ്ടത്. ജഡ്ജസിനെ പറയാം. ഞാൻ ഇങ്ങനെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യും മിമിക്രിനേക്കാളൊക്കെ കൂടുതൽ. അങ്ങനത്തെ ആ സമയത്തുള്ള എന്തെങ്കിലുമൊക്കെ ട്രെൻഡിങ് സാധനം വെച്ചിട്ട് ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ചെറുപ്പം തൊട്ടുള്ള വിത്രരം കള്ളായിരുന്നു. ഒരു സത്യം പറയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഒരു സത്യം പറഞ്ഞു സുബിനോളയുടെ കാര്യം. ആ സത്യം ഓക്കെ, ചെറുപ്പം മുതലേ സ്മോൾ ആയിരിക്കുമ്പോ തൊട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ മീഡിയ. സ്മോൾ തന്നെ. ഞാനോ I'm a big girl. Anyways, ചെറുതായിരിക്കുമ്പോ തൊട്ട് I wanted to be in media, but then I never told that to anyone. Then I came to media. So 5 years എന്താവും ഞാൻ ഇപ്പൊ പറയുന്നു. ഇതൊരു ബാബു സത്യം പറഞ്ഞാൽ എനിക്ക് 5 years ഞാൻ എവിടെ എത്തുന്നു എനിക്ക് അറിയില്ല. ബട്ട് പക്ഷെ 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ I wish I could be in something related into movies. Not acting. എല്ലാരും കരുതും അഭിനയാണെന്ന്, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഐ എം വെരി റോ. അതല്ല, എനിക്ക് ഫേമസ് ആയില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഐ ജസ്റ്റ് വാണ്ട് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഡു ബിക്കോസ് ഐ കാന്റ് വെയിറ്റ്. MD, if you are seeing this, please don't say this. എന്തിനാണ് പോഡ്കാസ്റ്റ് എടുത്തിട്ട്? 5 years later, I either want to be in movies, not acting, but something else. back end. I don't know, whatever God takes me. സിനിമ എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. ഐ ലവ് മൂവീസ്. അത് ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് ഡൗട്ട് അടിച്ചു, ഫിലിമിനോട് ക്രേസ് ഉണ്ടോ. ക്രേസ് ഡയറക്ട് ചെയ്യാന്നുള്ളതല്ല, ഇപ്പൊ അല്ല കൊറേ. പിന്നെ I don't know, I just want to do something good. I want to make people happy, which is so hard, but I just want to do it. ഞാൻ അത്ര ഹാപ്പി അല്ല. Happy ആവുന്നില്ലല്ലോ. Okay, that's it. മേക്ക് വരാ 5 years later. എനിക്ക് കൈകൊട്ടിച്ചിരിക്കണം. എനിക്ക് എന്റെ കൈക്ക് ആരോഗ്യം തരണേ. കൈ കുറച്ച് ആരോഗ്യം കൈക്ക് 2 കൈകൾ കിട്ടുന്നിടത്തോളം കാലം അന്നം പൊട്ടിക്കാൻ പറ്റും. എനിക്ക് ആക്ച്വലി 360 ഗ്രോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇമ്മീഡിയറ്റ് പ്രൊമോഷൻ. ഇതാണ് എംഡിയോട് പറയണ്ടത്. അപ്പൊ 5 years I want people to know 360, like 360 മാർക്കറ്റിംഗ് and I love business, so for sure inshallah എല്ലാത്തിലും തീരുമാനായി. food related business is like my dream. Yeah, my dream for sure. Like adil no question, so I want to do റേറ്റ് കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് so I want to do that and this random സമ്മർ ഓഫർ ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബ്ലോഗിങ്ങും അങ്ങനെയൊക്കെ. സോ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അത് വലിയ ചെയ്യേണ്ട കാര്യമില്ല. ആൾക്കാരുണ്ട് ഇവിടെ ചെയ്യാൻ ബ്ലോഗിംഗ് ഒക്കെ. ഫുഡ് ഇൻഡസ്ട്രിയിൽ ആളുണ്ട്, വീഡിയോയിലെ ആളുണ്ട്, എല്ലാം നോക്കുക. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ മേക്ക് ഇസ് വെരി മച്ച് ടാലന്റഡ്. ടാലന്റ് മാത്രം, ഷീ ഈസ് വെരി അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഷീ ഈസ് വെരി ടാലന്റഡ്, ബട്ട് മോറോവർ ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഡെഡിക്കേഷൻ ടുവർഡ്സ് 360 വീഡിയോ. ലൈക്ക് വി ഹാവ് ടു സേ ദാറ്റ്. താങ്ക് യു. That's it. കഴിഞ്ഞ ഈ വീഡിയോ ഹുക്കപ്പ് കിട്ടിയോ? ഈ വീഡിയോ ഓഫ് കോഴ്സ് ഹുക്കപ്പ് കിട്ടിയില്ലേ നിങ്ങള്? കൈ പിടിച്ചിരിക്കാൻ കിട്ടാതെ. So thank you
you so much. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ നമുക്ക് പുറത്തുനിന്ന് ഒരാളുള്ള പോലെ നമുക്ക് തോന്നിയിട്ടില്ല. അതെ, ശരിക്കും നമ്മൾ ഒരുമിച്ച് ഒട്ടുമില്ല. ആണ് ഇതിന്റെ ഇത് ചെയ്തിരുന്നത്. അത് ഞങ്ങൾ 3 പേര്. അപ്പൊ അതേ ഒരു ഫീൽ തന്നെയായിരുന്നു. ഇത് നൊമാഡേനെ നമ്മള് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇങ്ങനെ പരിചയമുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. യാസറിനെ അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടാണ്. ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല, ബട്ട് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. So thank you so much. കുറെ മാനിഫെസ്റ്റേഷൻസിന്റെ ഭാഗമാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. I have to say. We are very grateful. ഞങ്ങളൊരു മാനിഫെസ്റ്റേഷനിലിരിക്കുന്നത്. ഞാനൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് ഓൾറെഡി. ഞാനൊക്കെ ഓൾറെഡി കഴിഞ്ഞു, ഈ ലെവൽ കഴിഞ്ഞു. എനിക്ക് അറിയാം എന്തായാലും ഇവിടെ വരും. We are very grateful. Thank you. Yeah, that you guys are here. So thank you so much. Thank you so much for joining us. ഒരു അടിപൊളിയാണ്.